ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഖുർആൻ അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണെന്നും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണെന്നും പറഞ്ഞ് നടന്നിരുന്ന ഈ ദാവാക്കാർക്ക് മുഖത്തേറ്റ അടിയായിരുന്നു അറബി ഭാഷയിൽ തന്നെയുള്ള പലവിധ ഖുർആനുകൾ ലോകത്ത് ഇന്ന് നിലവിലുണ്ട് എന്നുള്ള കാര്യം ക്രിസ്ത്യാനികൾ തെളിയിച്ചത്. 26 വ്യത്യസ്ത അറബി ഖുർആനുകൾ ഉണ്ടെന്ന് വെറുതെ അങ്ങ് പറയുകയല്ല ക്രിസ്ത്യാനികൾ ചെയ്തത്. മറിച്ച് അവയെല്ലാം പൊതുജനങ്ങളുടെ മുൻപാകെ പ്രദർശിപ്പിക്കുകയും അവയിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട്, മൊത്തമായിട്ടില്ല, 40-45 വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം 26 ഖുർആനല്ല ഇപ്പോൾ ഉള്ളത്, അതിൽ കൂടുതൽ പിന്നെ കിട്ടുകയുണ്ടായി. 31 വ്യത്യസ്ത അറബി ഖുർആനുകൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ ഈ ഖുർആനുകളിലെല്ലാം ഉള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞത് വളരെയധികമാണ്. അപ്പോൾ അതിൽ നിന്ന് ചിലത്, പ്രധാനപ്പെട്ട ചിലതൊക്കെ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ലോകത്തിൻ്റെ മുമ്പാകെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ലോകപ്രശസ്ത ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളിൽ ഒരാളായ ജെയ്സ്മിത്താണ് ലണ്ടനിൽ വെച്ച് പൊതുജനത്തിന് മുമ്പാകെ വ്യത്യസ്ത തരം ഖുർആനുകൾ പ്രദർശിപ്പിച്ചതും അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. ഇങ്ങനെ ഈ വ്യത്യസ്ത ഖുർആനുകൾ ശേഖരിക്കുന്നതിന് ജെയ്സ്മിത്തിന് തുണയായി നിന്നത് ഇസ്ലാം എന്നത് പൈശാചികതയാണെന്ന് മനസ്സിലാക്കി അള്ളാഹു എന്ന ഖുറേഷി ബഹുദൈവ മതത്തിലെ ദേവനെ ഉപേക്ഷിച്ച് സത്യദൈവത്തിലേക്ക് വന്ന ഹത്തൂൺ താഷ് എന്ന സഹോദരിയാണ്. അവർ തുർക്കിയിലാണ് ജനിച്ചു വളർന്നത്. 27 വയസ്സുവരെ അവർ തുർക്കിയിലായിരുന്നു. ക്രിസ്ത്യാനിയായതിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ നിമിത്തം അവർ തുർക്കി വിട്ട് ബ്രിട്ടനിലേക്ക് കുടിയേറുകയായിരുന്നു. ബ്രിട്ടനിലെത്തിയതിന് ശേഷം അവർ ബിരുദങ്ങൾ പലതും സമ്പാദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോളജറ്റിക്സിൽ അവർ നേടിയ ബിരുദം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ക്രിസ്ത്യാനിറ്റിക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടി പറയാൻ ആരംഭിച്ചു. ഈ ലണ്ടനിലുള്ള സ്പീക്കേഴ്സ് കോർണറിലായിരുന്നു അധികവും അവരുടെ പ്രഭാഷണങ്ങൾ നടന്നിരുന്നത്. ഈ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്നത് ഏതാണ്ട് 1850 മുതൽ നിയമവിധേയമായ ഏത് വിഷയത്തെക്കുറിച്ചും പ്രസംഗിക്കാനോ സംവദിക്കാനോ ചർച്ച നടത്താനോ ആളുകളെ അനുവദിക്കുന്ന ലണ്ടനിലെ ഹൈഡ് പാർക്കിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഒരു സ്ഥലമാണ്. അതിനെയാണ് ഈ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്നത്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഏറ്റവും വിലമതിക്കുന്ന ഒന്നായതുകൊണ്ട് ആർക്കും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരില്ലാത്ത എന്ത് കാര്യവും സംസാരിക്കാൻ ഈ സ്പീക്കേഴ്സ് കോർണറിൽ അനുവാദമുണ്ട്. സ്പീക്കേഴ്സ് കോർണറിൽ സ്ഥിരമായി സംവാദം നടത്തുന്ന ആളാണ് ലോകമറിയുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായ ജെയ്സ്മിത്ത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ജെയ്സ്മിത്ത് ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ഒരു ക്ലാസ് അദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങൾ എടുപ്പിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ അദ്ദേഹം തൻ്റെ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. സ്പീക്കേഴ്സ് കോർണറിൽ എങ്ങനെയാണ് താനൊരു സ്ഥിരം പ്രസംഗകനായി മാറിയതെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. സ്പീക്കേഴ്സ് കോർണർ ഒരു കാലത്ത് രാഷ്ട്രീയക്കാരും അതുപോലെ സാംസ്കാരിക നേതാക്കൾ, മതപ്രഭാഷകർ, ഇങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു. കാൾ മാർക്സും അതുപോലെ വ്ളാദിമിർ ലെനിനും ജോർജ് ഓർവെലുമൊക്കെ സ്പീക്കേഴ്സ് കോർണറിൽ സംവദിച്ചിട്ടുള്ള ആളുകളാണ്. പിൽക്കാലത്ത് ഏഷ്യയിൽ നിന്നുള്ള ഇസ്ലാമിക കുടിയേറ്റം വർദ്ധിച്ചതോടുകൂടെ ഈ സ്പീക്കേഴ്സ് കോർണർ മുഴുവൻ ഇസ്ലാമിക ദാവ പ്രവർത്തകർ കൈയടക്കി. ഈ സ്പീക്കേഴ്സ് കോർണറിനകത്ത് നമുക്ക് സംസാരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. വലിയ സ്റ്റേജുകൾ അതൊന്നും ഉണ്ടാവുകയില്ല. ഒരു 2-3 അടി ഉയരത്തിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം അതാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് കയറി നിന്നുകൊണ്ട് സംസാരിക്കാം. താല്പര്യമുള്ളവർ അവിടെ ചുറ്റും നിന്നത് കേൾക്കും. അപ്പുറത്ത് വേറെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രസംഗം കേൾക്കും. അതല്ല, അപ്പുറത്തൊരു കൂട്ടർ പ്രസംഗിക്കുന്നു, അവർ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവർക്ക് മറുപടിയായിട്ട് ഇപ്പുറത്ത് നിന്ന് വേറൊരു കൂട്ടർ പ്രസംഗിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ലൈവ് ഡിബേറ്റ് അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഇസ്ലാമിക ദാവാക്കാർ കൈയടക്കി. ആദ്യമൊക്കെ ഇവർ വന്നു കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്, മുഹമ്മദിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ പിന്നീട് അത് മാറി. കാരണം ഇസ്ലാമിനെക്കുറിച്ച് മഹത്വം പറയാനൊന്നും ഇല്ല, അതൊരു കാര്യം. രണ്ടാമത് ഇനിയിപ്പോൾ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ തന്നെ ഒരാളും അത് വിശ്വസിച്ച് മുസ്ലിം ആകുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ പ്രവാചകനെ മുഹമ്മദിനെ അനുകരിച്ചുകൊണ്ട്, മുഹമ്മദ് അവർക്ക് കാണിച്ചു കൊടുത്ത മാതൃകയുണ്ടല്ലോ, ആ മാതൃക വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ക്രൈസ്തവരുടെ വിശ്വാസത്തെ, അതായത് യേശു ക്രിസ്തു ദൈവമല്ല,
ദൈവപുത്രനല്ല, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, പൗലോസ് കള്ളനാണ്, ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ ഈ സ്പീക്കേഴ്സ് കോർണറിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ക്രൈസ്തവ വിശ്വാസത്തെ അതിനിന്ദ്യമായ വിധത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവർ തെറ്റായ വിശ്വാസത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ജയസ്മിത്ത് ഒരിക്കൽ സ്പീക്കേഴ്സ് കോർണറിൽ ചെന്നപ്പോൾ കേൾക്കുന്നത് ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ വിശ്വാസത്തിനും എതിരായ ഇസ്ലാമിക പ്രഭാഷകരുടെ വിദ്വേഷ പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തിന് അത് വളരെ വേദന ഉളവാക്കി, വളരെയധികം മാനസികമായിട്ട് അദ്ദേഹത്തിന് അതൊരു വിഷമമുണ്ടാക്കി. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് വളരെ ഒരുക്കത്തോടുകൂടെ രാത്രി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വളരെ ഒരുക്കത്തോടുകൂടെ സ്പീക്കേഴ്സ് കോർണറിൽ ചെന്ന് ഒരു മുസ്ലിം പ്രഭാഷകൻ്റെ പ്രസംഗം കേട്ടു. അവിടെ നിന്നുകൊണ്ട് അത് കേട്ടു, ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട്. അത് കഴിഞ്ഞ് അയാളുടെ പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ ഈ ജയസ്മിത്ത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ അതിൻ്റെ മറുപടി പറയാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിന്നുകൊണ്ട് ഇയാൾ പറഞ്ഞതിനുള്ളൊരു ഖണ്ഡന പ്രസംഗം അങ്ങ് നടത്തി. അത് കഴിഞ്ഞ് അടുത്ത മുസ്ലിം പ്രഭാഷകൻ്റെ അടുക്ക ചെന്ന് അയാളുടെ പ്രസംഗം കേട്ടു. അത് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ അയാളുടെ പ്രസംഗത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. ഇങ്ങനെ കുറച്ച് ഇസ്ലാമിക പ്രഭാഷകർക്കൊക്കെ ഇദ്ദേഹം മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളാകെ വയലൻ്റായി, അവരാകെ ഇളകി. അവർ ജയസ്മിത്തിനെ കയ്യേറ്റം ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള എല്ലാ രാജ്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെയധികം വില കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവന്മാർക്കൊക്കെ അവിടെ ചെന്നിട്ട് അവിടെയുള്ളവരുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ പോലും സാധിച്ചത്, യേശുക്രിസ്തുവിനെതിരെയൊക്കെ സംസാരിച്ചത്. ഒരു ഇസ്ലാമിക രാജ്യത്ത് എന്ന് കഴിഞ്ഞിട്ട് മുഹമ്മദ് പ്രവാചകനല്ല എന്ന് പറഞ്ഞു നോക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാം. അവൻ്റെ കഴുത്തിന് മുകളിൽ പിന്നെ തല കാണുകയില്ല. എന്നാൽ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ചെന്നിട്ട് യേശുക്രിസ്തു ദൈവമല്ലാന്നും ദൈവപുത്രനല്ലാന്നും ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെയധികം വില കൊടുക്കുന്നവരാണ് ക്രൈസ്തവർ. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം ഉള്ളത് അവിടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ജയസ്മിത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന പോലീസും പിന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ടു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കയ്യേറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ ദാവാക്കാർ ഇദ്ദേഹത്തെ വളരെ അതിനിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു, അവഹേളിച്ചു, പരിഹസിച്ചു, ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ അങ്ങ് ഇൻസൾട്ട് ചെയ്തു കളഞ്ഞു. ഇത് വാസ്തവത്തിൽ അദ്ദേഹത്തിനൊരു ഷോക്കായിരുന്നു. കാരണം ജയസ്മിത്ത് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യത്തെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെയധികം വില കൊടുക്കുന്ന ബ്രിട്ടനിൽ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച്, അതായത് പല ആളുകളും, കാൾ മാർക്സ് അവിടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് നമുക്കറിയാം, മുതലാളിത്തത്തിനെതിരെ ശക്തമായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ആളാണ്. അതുപോലെ ലെനിൻ, കമ്മ്യൂണിസ്റ്റിന് ആദ്യമായിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭരണാധികാരിയായ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വരെ അവിടെ വന്നിട്ട്, ബ്രിട്ടനാണെങ്കിൽ ഒരു മുതലാളിത്ത രാജ്യമാണെന്ന് നമുക്കറിയാം, അവിടെ വന്നുകൊണ്ട് അവരുടെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെ വില കൊടുക്കുന്ന ബ്രിട്ടനിൽ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് ആശയപരമായൊരു സംവാദത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായി ശാരീരികമായൊരു ആക്രമണം അല്ലെങ്കിൽ അധിക്ഷേപം അത് നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ആ അധിക്ഷേപം താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാനിനി ഒരിക്കലും ഈ സ്പീക്കേഴ്സ് കോർണറിൽ നിന്നുകൊണ്ട് സംസാരിക്കില്ല എന്ന് മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അദ്ദേഹം വീട്ടിലെത്തി തൻ്റെ ഭാര്യയോട് തൻ്റെ തീരുമാനം പറഞ്ഞു, ഞാനിനി ഒരിക്കലും സ്പീക്കേഴ്സ് കോർണറിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിച്ചു അദ്ദേഹത്തോട്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പോൾ ജയസ്മിത്ത് പറഞ്ഞു, അവരെന്നെ കയ്യേറ്റം ചെയ്യാൻ നോക്കി, പിന്നെ എന്നെ അധിക്ഷേപിക്കുകയും അതിനിന്ദ്യമായ ഭാഷയിൽ തന്നെ എന്നെ പരിഹസിക്കുകയൊക്കെ ചെയ്തു. വളരെ വൾഗറായ ഭാഷയിലാണ് അവരെന്നെ അധിക്ഷേപിച്ചത്. എൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ബ്രിട്ടൻ്റെ മണ്ണിൽ വെച്ച് അധിക്ഷേപിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയസ്മിത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ, എൻ്റെയൊക്കെ ഇങ്ങനെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു അധിക്ഷേപം സഹിച്ചു, പരിഹാസമേറ്റു, അപമാനിതനായി, യഹൂദന്മാരുടെ വക കോലുകൊണ്ടുള്ള അടിയേറ്റു, റോമാക്കാരുടെ വക ചമ്മട്ടി കൊണ്ടുള്ള അടിയേറ്റു. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ക്രൂശിക്കപ്പെടുകയും ചെയ്തു. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ചെയ്തു. എന്നിട്ട് ആ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങൾക്ക് ചെറിയൊരു പരിഹാസം പോലും സഹിക്കാൻ വയ്യ അല്ലേ എന്ന് ആ സഹോദരി ജയസ്മിത്തിനോട് ചോദിച്ചു. ഭാര്യയുടെ ഈ വാക്കുകൾ ജയസ്മിത്തിനെ വളരെ പ്രകോപിപ്പിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹം പിറ്റന്നാൾ വർദ്ധിത വീര്യത്തോടെ സ്പീക്കേഴ്സ് കോർണറിലേക്ക് ചെന്ന് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ പൊതുജനത്തിൻ്റെ മുൻപാകെ അനാവരണം ചെയ്യുകയും യേശുക്രിസ്തു മാത്രം ഏകരക്ഷകനെന്ന് സാക്ഷിക്കുകയും ചെയ്തു. ആദ്യം
പല ദാവാക്കാരും ഇദ്ദേഹത്തെ പല വിധത്തിലും നിരുത്സാഹപ്പെടുത്താനൊക്കെ നോക്കി, അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ രക്ഷയില്ല, ഇദ്ദേഹം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചിലർ മറുപടി പറയാനൊക്കെ തുടങ്ങി. പക്ഷെ മറുപടി പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും ഇരട്ടി ശക്തിയിലാണ് അദ്ദേഹം അതിനുള്ള ഖണ്ഡനം പിന്നെ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഖുറാനും ഹദീസുകളും തഫ്സീറുകളും ഇതൊക്കെ വെച്ച് ഇദ്ദേഹം മറുപടി പറയാൻ തുടങ്ങിയതോടുകൂടി ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കളം കാലിയായി എന്ന് തന്നെ പറയാം. ദാവാക്കാർ ഏതാണ്ട് ഒതുങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കഴിഞ്ഞതോടുകൂടി ദാവാക്കാർ സ്പീക്കേഴ്സ് കോർണറിലേക്ക് വരുന്നത് തന്നെ വല്ലപ്പോഴും ആക്കി. ഒരു കാലത്ത് ഇവരുടെ തേരോട്ടായിരുന്നു, ഇവർ കയറി മേയായിരുന്നു. അവിടെയുള്ള ആളുകളുടെ മുമ്പാകെ നിന്ന് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ചുമ്മാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം ഇസ്ലാമിക ഗ്രന്ഥങ്ങളെല്ലാം വെച്ചുകൊണ്ട് ജെ സ്മിത്ത് സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി അവന്മാർ പിന്നെ വല്ലപ്പോഴും വരുന്ന ആ ഒരു നിലയിലേക്ക് മാറി എന്ന് പറയാം. അതുമാത്രമല്ല, ജെ സ്മിത്തിൽ നിന്നും പ്രചോദനം നേടിയ ധാരാളം ക്രിസ്ത്യാനികൾ ഈ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ച് ഇസ്ലാമിനെയും മുഹമ്മദിനെയും അള്ളാഹുവിനെയൊക്കെ ഏറിൽ കയറ്റാനും തുടങ്ങി. അത് നമ്മൾ ഇവിടെയും നമ്മുടെ നാട്ടിലും കാണുന്നുണ്ടല്ലോ. എത്രയോ ആളുകളാണ് ഇന്ന് അള്ളാഹുവിനെയും മുഹമ്മദിനെയും കയറി കയറ്റുന്നത്. യൂട്യൂബിൽ അത് ചെയ്യുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ ചെയ്യുന്നവരുണ്ട്, വാട്സാപ്പിൽ ചെയ്യുന്നവരുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അത് ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ ക്ലബ് ഹൗസിലും എല്ലാവരും എവിടെ ചെണ്ടെന്നാൽ അള്ളാഹുവിനെയും മുഹമ്മദിനെയും കണ്ടാൽ ചുമ്മാ ഒന്ന് തോണ്ടിയിട്ട് വിടുന്ന പോലെയാണ്. വഴി കൂടെ പോകുമ്പോൾ ചുമ്മാ തോണ്ടില്ല, ഇന്ദ്ര എന്ന് ചോദിച്ച് തോണ്ടില്ല. അതുപോലെയാണ് ഇപ്പോൾ അള്ളാഹുവിനെയും മുഹമ്മദിനെയൊക്കെ തോണ്ടി വിടുന്നത് എല്ലാവരും. ഒരുത്തിനും ഒരു വിലയില്ല. പണ്ടൊക്കെ ഞങ്ങളിതൊക്കെ തുടങ്ങുന്ന സമയത്തുണ്ട് എന്തായിരുന്നു അറിയാം, അന്നൊക്കെ മുഹമ്മദിൻ്റെ ഒക്കെ റേഞ്ച് എന്തായിരുന്നു. മുഹമ്മദ് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ അങ്ങ് പറയുന്ന സമയത്ത് അതൊക്കെ പറയുമ്പോണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അമുസ്ലിങ്ങൾക്ക് വരെ തോന്നി മുഹമ്മദ് മാനവരിൽ മഹോന്നതൻ തന്നെയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. മാത്രമല്ല, ഞങ്ങളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെ വന്ന വിമർശനങ്ങൾ, ഭീഷണികൾ, അവഹേളനങ്ങൾ അതൊക്കെ എന്തായിരുന്നു. പക്ഷെ എന്തുണ്ടായി പിന്നീട്? പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി, ആളുകൾ വായിക്കാനും തുടങ്ങി. വായിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വെറുതെ ചുമ്മാ ബലൂണിൽ കാറ്റ് നിറച്ച് വെച്ച പോലെ ഉണ്ടാക്കിയ ഒരു ഇമേജ് മാത്രമാണ് മുഹമ്മദിൻ്റെ. യഥാർത്ഥ മുഹമ്മദ് എന്ന് പറയുന്ന മഹാവൃത്തികെട്ടവനാണ്, കൊള്ളരുതാത്തവനാണ് എന്നുള്ള കാര്യം ആൾക്കാർക്ക് മനസ്സിലായി. അതിനുശേഷം ഈ അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഒരുത്തിനും ഒരു വിലയില്ല. വഴി കൂടെ പോകുന്നവനും വരുന്നവനൊക്കെ ഇട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിയായി. അപ്പോൾ ഇത് നമ്മളവിടെ ഇപ്പോഴാണ് വന്നെങ്കിൽ ഇത് മുമ്പ് സ്പീക്കേഴ്സ് കോർണറിൽ ഇത് പണ്ടേ നടന്നതാണ്. അവിടെ ഈ ജെ സ്മിത്തും കൂട്ടരും ഇത് ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഈ ജെ സ്മിത്തിനോട് കൂടെയാണ് ഖത്തൂൺ താഷ് തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജെ സ്മിത്തിനോട് ചേർന്നിട്ട് ഈ സ്പീക്കേഴ്സ് കോർണറിൽ വന്നിട്ടാണ് അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഖത്തൂൺ താഷ് വർഷങ്ങളായി സ്പീക്കേഴ്സ് കോർണറിൽ വന്ന് ഇസ്ലാമിനെ തുറന്നു കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. മുൻ മുസ്ലിം എന്ന നിലയിൽ ഇസ്ലാമിനെ നിശിതമായി തന്നെ അവർ വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ ഭീഷണിയുണ്ട്. പിന്നെ ലൈംഗിക അതിക്രമങ്ങൾ, ശാരീരിക ആക്രമണങ്ങൾ ഇവയൊക്കെ ഇസ്ലാമിക ദാവാക്കാരിൽ നിന്ന് ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇവരെ പല വിധത്തിൽ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ ദാവാക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട് ഖത്തൂൺ താഷിനെ. ഈ കഴിഞ്ഞ വർഷം 2020 ഒക്ടോബർ 25 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് സ്പീക്കേഴ്സ് കോർണറിൽ പതിവ് പോലെ ഈ ഖത്തൂൺ താഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദാവാക്കാരൻ വന്ന് അവരുടെ മുഖത്ത് ഇടിക്കുകയും അവർ അബോധാവസ്ഥയിൽ നിലത്ത് വീഴുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം 2020 ഒക്ടോബർ 25. പക്ഷേ ഈ ഖത്തൂൺ താഷ് ഇതിലൊന്നിലും ഭയപ്പെട്ടില്ല. അവർ പിന്നെയും സ്പീക്കേഴ്സ് കോർണറിൽ വന്ന് അതിധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുകയും ഇസ്ലാമിക വ്യാജവാദങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തു. അതോടെ ഈ ദാവാക്കാർ കരച്ചിലായി. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവർക്ക് കയ്യൂക്ക് കൊണ്ട് കാര്യം കാണാൻ കഴിയുന്നിടത്ത് ഇവർ അങ്ങനെ ചെയ്യും. അത് ഫലിക്കില്ല എന്നറിയാവുന്നിടത്ത് ഇവർ കരഞ്ഞ് കാര്യം കാണാൻ നോക്കും. ഇപ്പോൾ ബാക്കിയുള്ള എല്ലായിടത്തും ഇവന്മാർ പോയിട്ട് ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തും. അവിടെ ഒരു ദയയില്ല, ഒരു മയവും ഇല്ലാതെ ആളുകൾ ആ മുസ്ലിങ്ങളെ കൊല വിളിക്കാൻ അവർക്കൊരു മയവും ഇല്ല. എന്നാൽ ഇസ്രായേലിലേക്ക് വരുമ്പോൾ യാ അല്ലാ കാക്കണേ എന്നും പറഞ്ഞുകൊണ്ട് എന്താ കരച്ചിൽ, സേവ് ഗാസ എന്നും പറഞ്ഞിട്ട്. ബാക്കിയുള്ളിടത്തൊന്നും ഇവർക്ക് ഈ സേവ് ഇല്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അവിടെ അധികാരം പിടിച്ചിട്ട് എത്ര ആളുകളാണ്? 6 മാസത്തിനുള്ളിൽ 1600-ലധികം നിരപരാധികളായ ആളുകളെ, മുസ്ലിങ്ങളെ തന്നെ, അവിടെയുള്ള മുസ്ലിങ്ങളെ 1600-ലധികം, അതിൽ ഭൂരിഭാഗം പേരും കുഞ്ഞുങ്ങളുമാണ്. ഇവർ കൊന്നു കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക്. ഒരു സേവ് അഫ്ഗാനിസ്ഥാനില്ല, അല്ലെങ്കിൽ ഒരു സേവ് കാണ്ടഹാറോ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ യമനിൽ സൗദി ബോംബിട്ടിട്ട് എത്രയോ യമനിലെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു. സേവ് യമൻ ഇല്ല. അല്ലെങ്കിൽ സിറിയയിൽ സേവ് സിറിയ ഇല്ല. ഇതൊന്നുമില്ല, അവിടെയൊന്നുമില്ല. ഇസ്രായേലിൽ മാത്രമാണ് സേവ് ഗാസ. അവിടേക്ക് വരുമ്പോൾ മാത്രം സേവ് ഗാസ. കാരണം അവിടെ കയ്യൂക്ക് കൊണ്ട് കാര്യം നടക്കില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇവരുടെ ഒരു സ്ഥിരം തന്ത്രമാണ്. ഖത്തൂൺ താഷിൻ്റെ
പ്രസംഗം സ്പീക്കേഴ്സ് കോർണറിൽ തുടർച്ചയായിട്ട് നടക്കുന്നു. എന്ത് ചെയ്തിട്ടും ഇവർ നിർത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഭീഷണിയും കയ്യൂക്കിൻ്റെ കാര്യമൊക്കെ അവർ കുറച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കരയാൻ തുടങ്ങി. ഓൺലൈനിലൊക്കെ കരച്ചിലാണ്. ഇവർ വിദ്വേഷ പ്രസംഗമാണ് നടത്തുന്നത്, അതാണ് ഇതാണ് ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ഹത്തുൻ താഷിനെ സ്പീക്കേഴ്സ് കോർണറിൽ പ്രസംഗിക്കുന്നതിൽ നിന്ന് വിലക്കണം. മാത്രമല്ല ഹത്തുൻ താഷിനെ സ്പീക്കേഴ്സ് കോർണറിൽ പ്രവേശിക്കുന്നതിൽ പോലും വിലക്കേർപ്പെടുത്തണം, ആജീവനാന്ത വിലക്കേർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ബാൻ ഹത്തുൻ താഷ് എന്നും പറഞ്ഞുകൊണ്ടാണ് ദാവാക്കാർ ഓൺലൈനിൽ ക്യാമ്പയിൻ ആരംഭിച്ചത്. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വളരെ വില കൊടുക്കുന്നവരാണ് ബ്രിട്ടനിലെ ജനത. ഇവർക്ക് ഇവരുടെ അഭിപ്രായം പറയാൻ യേശുക്രിസ്തു ദൈവമോ ദൈവപുത്രനോ അല്ല, വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന് ഇവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മുഹമ്മദ് സത്യദൈവത്തിൽ നിന്നുള്ള പ്രവാചകനല്ല, വെറും കള്ളപ്രവാചകനാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഹത്തുൻ താഷിനും ഉണ്ട് എന്നുള്ള കാര്യം ബ്രിട്ടനിലെ ജനതയ്ക്ക് അറിയാം. അതുകൊണ്ട് അവരാരും ഈ ക്യാമ്പയിനെ ഒട്ടും ഇത് ചെയ്തില്ല. ക്യാമ്പയിന് ഒരാൾ ഒരു വിലയും കൊടുത്തില്ല. ആകെ ഒരു 100 ചില്ലാൻ വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ ബ്രിട്ടൻ ഇതുവരെ ഇസ്ലാമിക രാജ്യമായി മാറിയിട്ടില്ല എന്ന കാര്യം ദാവാക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ബാൻ ഹത്തുൻ താഷ് എന്നും പറഞ്ഞൊക്കെ ഉമ്മാർ രംഗത്തിറങ്ങിയത്. ഈ ഹത്തുൻ താഷ് സ്പീക്കേഴ്സ് കോർണറിലെ ഇസ്ലാമിക ദാവ ടീമുകൾക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു തലവേദനയാണ്. വലിയ തലവേദന എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. കാരണം ഈ ദാവാക്കാരിപ്പോൾ സ്പീക്കേഴ്സ് കോർണറിൽ വന്നിട്ട് ഇസ്ലാം മതത്തെ പറ്റിയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റിയോ അതല്ല പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ പറ്റിയോ അല്ലെങ്കിൽ ബൈബിൾ തിരുത്തപ്പെട്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. സാധാരണ ഇതാണല്ലോ ഇവരുടെ പ്രസംഗ വിഷയം. ഇവർ യേശു ക്രിസ്തു ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന് പറയും, പിന്നെ പൗലോസ് കള്ളനാണെന്ന് പറയും, ബൈബിൾ തിരുത്തപ്പെട്ടാണെന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ സംസാരം ഉണ്ടെങ്കിൽ 55 മിനിറ്റും ഇതിനെക്കുറിച്ചായിരിക്കും. എന്നിട്ട് അവസാനത്തെ 5 മിനിറ്റ് പറയും ഇസ്ലാമാണ് മഹത്തരം എന്ന് പറയും. ഈ മേമ്പുടി പോലെ ഇസ്ലാമിനെ കുറച്ച് പറയും. കാരണം ഇസ്ലാമിനെക്കുറിച്ച് ഇവർക്ക് പറയാനൊന്നുമില്ല, നല്ലതൊന്നുമില്ലല്ലോ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും. എല്ലാം കുറ്റം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം നല്ലതെന്ന് പറയും. ഇതാണ് ഇവരുടെ സ്ഥിരം ശൈലി. പക്ഷേ ഇപ്പോൾ ഈ സ്പീക്കേഴ്സ് കോർണറിൽ സംസാരിക്കുന്ന ദാവാക്കാർ ഇതൊന്നുമല്ല പറയുന്നത്. അവർ സംസാരിക്കുന്നത് ഹത്തുൻ താഷിനെ കുറിച്ചാണ്. അവരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് ദാവാക്കാർ അവിടെ നടത്തുന്നത്. അവരുടെ പ്രസംഗത്തിൻ്റെ ഒരു 90% ഹത്തുൻ താഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോന്നാലോ അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിനെതിരെ സംസാരിച്ചാലോ അയാളെ വ്യക്തിഹത്യ നടത്തുക, അയാൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അയാളുടെ മേലെ ആരോപിക്കുക. എനിക്കെതിരെയൊക്കെ ധാരാളം അങ്ങനെയുള്ള സാധനങ്ങൾ വന്നതാണ്, ആദ്യകാലത്ത് വന്നതാണ്. പിന്നെ മനസ്സിലായി ഇത് ആരും വിശ്വസിക്കുകയില്ല, ഇതിന് വലിയ പ്രചാരം കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ അധികം പറയാറില്ല. അല്ലെങ്കിൽ മുമ്പ് എന്തൊക്കെയാണെന്ന് അറിയാം, എനിക്ക് 32 കോടി എത്രയോ ആസ്തിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രചരണമൊക്കെ കണ്ടിരുന്നു. ഇതിങ്ങനെ ചുമ്മാ അടിച്ചുവിടലാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹത്തുൻ താഷിനെതിരെ ഇവർ ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് ഇപ്പോൾ സ്പീക്കേഴ്സ് കോർണറിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഹത്തുൻ താഷ് പിന്നെയും സ്പീക്കേഴ്സ് കോർണറിൽ വന്ന് ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവരത് നിർത്താനേ പോയില്ല. അവർ വന്ന് സുവിശേഷം പറയും. സുവിശേഷം പറയുക മാത്രമല്ല, സുവിശേഷത്തിനെതിരായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അതിനെ അവർ കോട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മറുപടിയും പറയും. ആ മറുപടി പറയുന്ന സമയത്ത് ഇസ്ലാം വെറും വ്യാജമാണ്, ഇതൊന്നുമില്ല, മുഹമ്മദ് വെറും കള്ളപ്രവാചകനാണ്, വെറും ഉടായിപ്പാണെന്നുള്ള കാര്യമൊക്കെ ഇവരങ്ങ് വിശദീകരിച്ച് പ്രമാണങ്ങൾ വെച്ചാണ്, വെറുതെ ഒന്നുമല്ല, കൃത്യമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇവർ പറയും. ഇങ്ങനെ ഇവർക്ക് സഹി കെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ദാവാക്കാർ അറ്റകൈ പ്രയോഗം തന്നെ നടത്തിയപ്പോൾ മിനിയാന്നാളെന്ന് പറയുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മിനിയാന്നാൾ. ഖുർആനിലെ കൽപ്പന അനുസരിച്ചും പിന്നെ മുഹമ്മദും സ്വഹാബിമാരും കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ചും ഈ ദാവാക്കാർ സ്പീക്കേഴ്സ് കോർണറിലെ ദാവാക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഹത്തുൻ താഷിനെ കത്തി കൊണ്ട് കഴുത്തിന് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. Shortly after she was repeatedly stabbed in the name of Allah, Hatun passed out. Oh my God, Lord, sister! Shit! Oh my God, Lord Jesus Christ! Yeah, somebody needs to call the ambulance. My Lord. Catherine, you okay? ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവരുടെ പിരടിക്ക് തന്നെ വെട്ടണമെന്ന്. ആ കൽപ്പന പിരടിക്ക് തന്നെ വെട്ടാൻ നോക്കി, കഴുത്തിന് കുത്തിക്കൊല്ലാൻ നോക്കി. അക്രമിയുടെ മുന്നിൽ നിന്ന് ഹത്തുൻ താഷ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കഴുത്തിന് കുത്തുകൊണ്ടില്ല, മുഖത്താണ് കുത്തേറ്റത്. ഭീരുവായ ദാവാക്കാരൻ കുത്തിയതിന് ശേഷം അങ്ങനെ തന്നെ ഓടിപ്പോയി. പക്ഷേ
മുഖത്ത് കുത്തേറ്റിട്ടും രക്തമൊലിപ്പിച്ചുകൊണ്ട് ഹത്തുൻതാഷ് അവിടെ നിന്ന് തൻ്റെ സുവിശേഷ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം. Dear Muslim people, Lord Jesus doesn't need me. Allah is in need of you for to be God. Allah cannot do without you. Your prophet cannot live without you. Cutting people's arms is not going to help you. Muslim people, you know how much it hurts when you run away from Lord Jesus Christ. It's not about the blood on my hand. It is unacceptable. It is unacceptable. You are running away from Lord Jesus Christ. It is unacceptable. 21st century, you haven't repented. And what you do is chop people's hand off. മുസ്ലിങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം. ഞങ്ങളിലുള്ളത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് അത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. ആ ആത്മാവിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. സുവിശേഷത്തിന് എതിര് നിൽക്കുന്ന ആരെയും ഭയപ്പെടാതെ ഞങ്ങൾ സംസാരിക്കുന്നത്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് ഞങ്ങളെ നയിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് മുഖത്ത് കുത്തേറ്റിട്ടും രക്തം മുഖത്തൂടെ ഇങ്ങനെ വാർന്നൊലിച്ചിട്ടും ഹത്തുൻതാഷ് അവിടെ തന്നെ നിന്ന് സുവിശേഷം പ്രസംഗിച്ചത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുന്ന ടീമൊന്നും അല്ല ഞങ്ങൾ. സുവിശേഷം 1-ാം നൂറ്റാണ്ട് മുതലായി ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. പിശാച് അന്ന് പോലെ ഇന്ന് വരെ ശ്രമിക്കുന്നുണ്ട്. പിശാചിൻ്റെ പിണിയാളുകളായിട്ട് പല സാമ്രാജ്യവും സുവിശേഷത്തിനെതിരെ വന്നിട്ടുണ്ട്. റോമാ സാമ്രാജ്യം ഇല്ല, അത് പോയി, തകർന്നു പോയി. പിന്നീട് എത്ര സാമ്രാജ്യങ്ങൾ അതുപോലെ ഇല്ല, ഒന്നും നിലനിന്നിട്ടില്ല, എല്ലാം താളടിയായിപ്പോയി. സുവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരും ഇപ്പോഴും നിലനിൽക്കുന്നു. മനസ്സിലായോ? ഏതായാലും പിന്നീട് പോലീസ് എത്തി ഹത്തുൻതാഷിനെ സ്പീക്കേഴ്സ് കോർണറിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ പരിക്ക് ഗുരുതരമൊന്നുമല്ല, അവർ മരണപ്പെടുകയൊന്നുമില്ല, രക്ഷപ്പെട്ടു. എന്നാലും ആ കുത്തിയ സംഗതി അത് മനസ്സിലാക്കണം. ഇവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ അതൊക്കെ ഇത്തരം കാര്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ ആക്രമിച്ച് നിശബ്ദരാക്കാൻ നോക്കുന്നത് മുഹമ്മദിൻ്റെ കാലം മുതലേയുള്ള മുസ്ലിങ്ങളുടെ പരിപാടിയാണ്. ഒരിക്കൽ പോലും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ മുഹമ്മദിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായ മറുപടി കൊടുക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല, അന്നേ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നവരെ കൊന്നു കളയാനാണ് മുഹമ്മദ് ശ്രമിച്ചിട്ടുള്ളത്. അന്ന് മുതലേ മുഹമ്മദ് ശ്രമിച്ചിട്ടുള്ളത് അതാണ്. മുഹമ്മദ് ചെയ്യുന്നത് കണ്ടുപഠിച്ച അനുയായികളും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല, ഇപ്പോഴും അവരത് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ സ്പീക്കേഴ്സ് കോർണറിൽ കണ്ടത്, ഹത്തുൻതാഷിനെ കൊല്ലാൻ ശ്രമിച്ചത്. നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം, മദീനയിലെ അബു അഫാഖ് എന്ന 120 വയസ്സുള്ള വൃദ്ധനായൊരു കവി മുഹമ്മദിനെതിരെ കവിത എഴുതി എന്നുള്ളത് കൊണ്ട് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ, ഈ അബു അഫാഖിനെ കുത്തിക്കൊല്ലാൻ മുഹമ്മദ് മുസ്ലിങ്ങളെ വിടുന്നതായി മുഹമ്മദിൻ്റെ ആദ്യ ജീവചരിത്രമായ ഇബ്നു ഇസാഖിൻ്റെ സീറ റസൂലള്ളയിൽ വിവരിച്ചിട്ടുണ്ട്. ഇബ്ൻ ഇഷാഖിൻ്റെ സീറ റസൂലള്ള, അത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്, ആൽഫ്രഡ് ഗില്ലമിയുടെ തർജ്ജമ, പേജ് 675 ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്ൻ സഅദിൻ്റെ കിതാബുൽ തബാഖത്തുൽ കബീർ വാല്യം 2 പേജ് 31 ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം അബു അഫാഖിനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അബു അഫാഖിൻ്റെ കൊലപാതകത്തിനോടുള്ള പ്രതിഷേധമായി കവയത്രിയായ അസ്മാ ബിന്ത് മർവാൻ എന്ന യുവതി മുഹമ്മദിനെതിരെ ഒരു കവിത ചൊല്ലുകയുണ്ടായി. അപ്പോൾ ഇവരിങ്ങനെ ഒരു കവിത ചൊല്ലി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ, മുഹമ്മദിൻ്റെ ചെവിയിൽ ഈ വിവരം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അസ്മാ ബിന്ത് മർവാനെയും കൊല്ലാൻ മുഹമ്മദ് ആളെ അയക്കുകയാണ്. ഉമൈർ ബിൻ അദി അൽ ഖാത്തിമി എന്ന് പറയുന്ന ഒരു നീചനെയാണ് മുഹമ്മദ് അയക്കുന്നത്. ഈ അസ്മയ്ക്ക് 5 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്, 5 ആൺകുട്ടികൾ. അതിൽ 4 പേർ, ഈ 2 പേര് അപ്പുറത്തുമായിട്ട് ഇടത്തും വലത്തും 4 കുട്ടികളും. ഈ ഇളയ കുട്ടി പാല് കുടിച്ചുകൊണ്ട് അസ്മയുടെ നഗ്നമായ മാരടത്തിൽ കിടന്നും ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴാണ് ഈ ഉമേർ അവിടെ ചെല്ലുന്നത്, ഉമേർ ബിൻ അദി അൽ ഖാത്തമി അവിടെ ചെല്ലുന്നത്. അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്ന അസ്മയുടെ മാരടത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ മാറ്റിയ ശേഷം ഉമേർ തൻ്റെ വാൾ അസ്മയുടെ നഗ്നമായ മാരടത്തിൽ കുത്തിയിറക്കുകയും അത് അവളുടെ മുതുക് തുളച്ച് പുറത്തു വരികയും ചെയ്തു. അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഞെട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് അവരുടെ അമ്മയെ കൊന്നു കളഞ്ഞതിന് ശേഷം ഉമേർ രാവിലെ തന്നെ മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരായി അസ്മയെ താൻ കൊന്ന കാര്യം അറിയിക്കുകയാണ്.
അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സഹായിച്ച ഒരാളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉമൈർ ബിൻ അദി അൽ ഖാത്തമിയെ നോക്കിക്കൊള്ളട്ടെ എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അതായത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും സഹായിച്ച ആളാണ് ഉമൈർ. എന്താണ് സഹായം? ഒരു നിരപരാധിയായൊരു സ്ത്രീയെ 5 കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നു. അതാണ് ഉമൈർ ബിൻ അദി അൽ ഖാത്തമി അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും നൽകിയ സഹായം. അതുപോലെ തന്നെ മക്കയിലെ കവികൾ പലരും മുഹമ്മദിനെതിരെ കവിതകൾ ചൊല്ലിയിരുന്നു. അവർ കവിതകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുഹമ്മദിനെതിരെ ചൊല്ലും. അപ്പോൾ അതിൽ പ്രമുഖരായ 2 പേരാണ് അൽ നദർ ബിൻ ഹാരിത്തും പിന്നെ ഈ ഉഖ്ബ ബിൻ അബൂ മുവൈദ്. ഈ 2 പേരെയും, നദർ ബിൻ ഹാരിത്തിനെയും ഉഖ്ബ ബിൻ അബൂ മുവൈദിനെയും മുഹമ്മദ് കൊന്നുകളയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്, റെഫറൻസ് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാത്തത്. അതുകൊണ്ടാണ്. ഇത് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. ഞങ്ങളുടെ ചാനലിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ, അതായത് മുഹമ്മദിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സത്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്രമിച്ച് ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ടല്ലോ, ന്യൂട്രലായിരിക്കുന്നവർ, അതായത് ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേഡ് കളിക്കുന്നവർ, അവരൊരിക്കലും ഫോർവേഡ് പോവുകയില്ല, ഗോൾ അടിക്കുകയില്ല, അതൊന്നും ചെയ്യുകയില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന ഗോളിനെ അവർ തടുക്കുകയും പിന്നെ ഇവിടെ നിന്ന് മുൻപിലുള്ളവർക്ക് ഗോളടിക്കാൻ പന്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ പരിപാടി ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. അങ്ങനെയുള്ള മുസ്ലിങ്ങൾ സ്ഥിരം പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാമോ? മുസ്ലിങ്ങൾ തങ്ങളുടെ സ്വന്തം ജീവനേക്കാളും അധികം സ്നേഹിക്കുന്നത് പ്രവാചകനെയാണ്. ആ പ്രവാചകനെ അവഹേളിക്കുന്നത് കാണുമ്പോൾ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന രോഷപ്രകടനം മാത്രമാണ് ഇതൊക്കെ. നിങ്ങൾക്ക് പ്രവാചകനെ അവഹേളിക്കാതിരുന്നൂടെ? എങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലല്ലോ എന്നാണ് ഇവർ സാധാരണ പറയാറ്. നിങ്ങളിൽ പലരും ഇത്തരം ന്യായീകരണം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരുടെ ഈ ന്യായീകരണത്തിൻ്റെ പൊള്ളത്തരം കൂടി നമുക്കൊന്ന് നോക്കാം. മുസ്ലിങ്ങൾ മുഹമ്മദിനെ സ്വന്തം ജീവനേക്കാളധികം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ സ്നേഹിക്കത്തക്കവണ്ണം എന്തെങ്കിലും മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇല്ല, യാതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുഹമ്മദിനെ സ്വന്തം ജീവനേക്കാളധികം സ്നേഹിക്കുന്നത്? അങ്ങനെ സ്നേഹിക്കണമെന്ന് മുഹമ്മദ് കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മുഹമ്മദ് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരേക്കാൾ അധികമായിട്ട്, മാതാപിതാക്കളെക്കാൾ അധികമായിട്ട്, സ്വന്തം ദേഹങ്ങളെക്കാളധികം, എൻ്റെ ശരീരത്തിനേക്കാളധികം, ഞാനൊരു മുസ്ലിമാണെങ്കിൽ എൻ്റെ ശരീരത്തിനേക്കാളധികം ഞാൻ മുഹമ്മദിനെ സ്നേഹിച്ചാൽ മാത്രമേ ഞാനൊരു മുസ്ലിം ആവുകയുള്ളൂ. ആ വിധത്തിലാണ് മുഹമ്മദ് കൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഖുർആനിൽ നമ്മളത് വായിക്കുന്നുണ്ട്. സൂറ 33:6 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അവരുടെ മാതാക്കളാകുന്നു. സൂറ 33:6. നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു. അപ്പോൾ ഈ കൽപ്പന ഇത് കുട്ടിക്കാലത്തെ ഉസ്താദുമാർ ഈ മുസ്ലിം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്രായത്തിലെ തന്നെ നമുക്കറിയാം, ചെറുപ്രായത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ കാര്യകാരണബോധത്തോടെ അതിനെ വിവേചിക്കാൻ പറ്റുകയില്ല. എന്ത് കഴിഞ്ഞാൽ ഞാനിത് ചെയ്യണം, എന്നോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ, ഇപ്പോൾ മുതിർന്ന ഒരാളെ സംബന്ധിച്ച് അയാളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അയാൾ ചിന്തിക്കും, ഞാൻ എന്തിനിത് ചെയ്യണം, ഇത് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൊരു കാര്യം ചെയ്യുകയുള്ളൂ. കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. പിള്ളേർക്ക് ഇങ്ങനെ ഈ കള്ളത്തരം പറയും, മുതിർന്നവരിങ്ങനെ പച്ച നുണയൊക്കെ പറയും എന്നുള്ള ചിന്തയൊന്നും പിള്ളേർക്കില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നതൊക്കെ സത്യമാണെന്നാണ് ഈ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ആ പ്രായത്തിൽ, അതുകൊണ്ടാണ് 3 വയസ്സാകുമ്പോഴേക്കും പിള്ളേരെ മദ്രസയെ കൊണ്ട് വിടുന്നത്, അല്ലെങ്കിൽ വിടണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. അവന് ഒരു സ്ഥിരബുദ്ധി വന്നു, അല്ലെങ്കിൽ ഒരു കാര്യകാരണബോധം, വിവേചനശേഷിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരിക്കലും ഇസ്ലാം വിശ്വസിക്കുകയില്ല. ഇതെല്ലാം പൊട്ടക്കഥകളാണ്, കൊണ്ടുപോകുന്ന പറഞ്ഞ് തള്ളിക്കളയും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനാണ് അതിനേക്കാളും മുമ്പേ ചെറുപ്രായത്തിലെ തന്നെ അവൻ്റെ ഉള്ളിൽ ഇതൊക്കെ അങ്ങ് അടിച്ചു കയറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഉസ്താദുമാർ ചെറുപ്പത്തിലെ തന്നെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ ശരീരത്തേക്കാൾ അധികമായി നിങ്ങൾ നബിയെ സ്നേഹിക്കണം, എങ്കിലേ നിങ്ങൾ ഉത്തമ മുസ്ലിങ്ങളാവുകയുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത്. അതല്ലാതെ ഇന്ന കാരണം കൊണ്ടാണ്, എൻ്റെ പ്രവാചകൻ എനിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒറ്റൊരു മുസ്ലിമൊന്നും ലോകത്തില്ല. കാരണം ഒരു മുസ്ലിമിനും മുഹമ്മദ് ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല.
മനസ്സിലായോ? എന്തുകൊണ്ട് മുഹമ്മദ് ഞങ്ങളുടെ സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കണം എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ബുദ്ധിയോ ബോധമോ തിരിച്ചറിവോ മുസ്ലിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അവരിന്നും മുഹമ്മദിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മുഹമ്മദ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തതിൻ്റെ പേരിലൊന്നുമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു മുസൽമാൻ മുഹമ്മദിനെ സ്നേഹിക്കേണ്ട കാരണം എന്തെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്താണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. മുസ്ലിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യം മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു മതം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ മുഹമ്മദ് ഒരു മതസ്ഥാപകനാണല്ലോ, ഇസ്ലാം എന്ന് പറയുന്നൊരു മതത്തിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ ഒരു മതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ആത്യന്തികമായി അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. ആത്മീയതയുമായിട്ട്, അതായത് ഈ ഭൂമിയിലെ ജീവിതത്തല്ല, അതിൻ്റെ അപ്പുറത്തുള്ള മരണശേഷമുള്ള ജീവിതമാണ് മതം എന്ന് പറയുമ്പോൾ, മതപരമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഭൂമിയിൽ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നരകത്തിൽ പോകരുത്, ഞാൻ സ്വർഗത്തിൽ പോകണം, ദൈവത്തിൻ്റെ അടുക്കൽ എത്തണം എന്നാണ് മതത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം എന്നാഗ്രഹിക്കുന്നവരുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉറപ്പ്, ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകുമോ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇല്ല എന്നേ പറയുള്ളൂ, അവന് അറിയില്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലിരിക്കുന്നു, അവനൊരു ഉറപ്പില്ല. ഇത് അവന് മാത്രമല്ല, മുഹമ്മദിനും ഉറപ്പുണ്ടായിരുന്നില്ല. ഈ മതത്തിൻ്റെ സ്ഥാപകന് തന്നെ താൻ ചത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ പോകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ അറിവുണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മതത്തിലെ ദൈവം ഉണ്ടല്ലോ, അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവം അങ്ങനെ ഒരു അറിവ് മുഹമ്മദിന് കൊടുത്തിരുന്നില്ല. മനസ്സിലായോ? ആ മതത്തിൻ്റെ സ്ഥാപകന് പോലും മരണശേഷം എവിടേക്കാണ് താൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. സൂറ 46:9 ഖുർആനിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നബിയെ പറയുക, ഞാൻ ദൈവദൂതന്മാരിൽ ഒരു പുതുമക്കാരനൊന്നുമല്ല, എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ എന്ത് ചെയ്യപ്പെടും എന്ന് എനിക്ക് അറിയുകയുമില്ല. എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെ പിന്തുടരുക മാത്രമാകുന്നു ഞാൻ ചെയ്യുന്നത്. ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. ഇതാണ് പറയുന്നത്, ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ എന്ത് ചെയ്യപ്പെടുമെന്ന് എനിക്ക് അറിയുകയില്ല എന്നാണ് മുഹമ്മദിനോട് പറയാൻ ആവശ്യപ്പെടുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജീവൻ എൻ്റെ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അള്ളാഹു എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ടോ, എൻ്റെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കാര്യം, നിങ്ങളെക്കൊണ്ടോ എന്താണ് ചെയ്യാൻ പോകുന്നത് അള്ളാഹു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാന്ന്. നിങ്ങൾ സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ പോകുന്നത്, ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പില്ല എന്നാണ് മുഹമ്മദ് പറയുന്നത്. മുഹമ്മദ് വെറുതെ പറയുന്നതല്ല, മുഹമ്മദിനോട് അങ്ങനെ പറയാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതനെന്ന് പറഞ്ഞു വന്ന സന്ദേശവാഹകനായ ഈ ജിബ്രീൽ ആവശ്യപ്പെടുകയാണ്. എന്തോന്നും മതമാണിത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശേഷമുള്ള നമുക്ക് ലഭിക്കുന്ന സ്വർഗത്തിൻ്റെ ഉറപ്പ്, അത് തരാൻ കഴിയണം. അത് തരാൻ കഴിയാത്ത ഒന്നും ഒരു ആത്മീയതയല്ല, യഥാർത്ഥ ആത്മീയതയല്ല. ഞാൻ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി, എൻ്റെ ഭാവി അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ മരിച്ചു വീണാലും ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും, യേശുക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കും. ആ ഉറപ്പ് യേശുക്രിസ്തു എനിക്ക് നൽകിയിട്ടുണ്ട്. അത് തൻ്റെ വചനത്തിലൂടെയുള്ള ഉറപ്പ് മാത്രമല്ല, വചനം മാത്രമല്ല, ഞങ്ങളുടെ ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഓരോ വിശ്വാസികളുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ആ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് എന്നോട് പറയുന്നുണ്ട്. എനിക്കത് അനുഭവിക്കാൻ കഴിയും. ചുമ്മാ ഒരു തോന്നലൊന്നുമല്ല, അത് വെറുതെ ഉള്ള ഇതൊന്നുമല്ല. കൃത്യമായിട്ട് ദൈവവചനത്തിൽ അത് പറയുന്നുണ്ട്. പറയുന്ന കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? മരണത്തെ ഭയപ്പെടാതെ ഇങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ എന്ത് ചെയ്യപ്പെടുമെന്ന് എനിക്ക് അറിയുകയില്ലെന്ന് ഏറ്റു പറഞ്ഞ ഒരു വ്യക്തിക്ക്, അഥവാ സ്വന്തം ഭാവി എന്തായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത മുഹമ്മദിന് എങ്ങനെ തൻ്റെ അനുയായികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. ഞാൻ വേറെ ചില ഹദീസുകൾ കൂടി തരാം. ഇപ്പോൾ നമ്മൾ ഖുർആനായത്താണല്ലോ നോക്കിയത്, ഇനി ഹദീസുകൾ കൂടി തരാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, നിങ്ങളിൽ ആരെയും അവൻ്റെ കർമ്മം രക്ഷപ്പെടുത്തുകയില്ല. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കളെയും രക്ഷപ്പെടുത്തുകയില്ലേ? അവിടുന്ന് പറഞ്ഞു, ഇല്ല, എന്നെയുമില്ല.
അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ. എങ്കിലും നിങ്ങൾ വീഴ്ചയും അമിതത്വവും കൂടാതെ പരമാവധി പരിശ്രമിക്കുക. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 50 ഹദീസ് നമ്പർ 71. ഇനി അടുത്ത ഹദീസ്. അബൂ ഹുറൈറ നിവേദനം. നബി പറഞ്ഞു, നിങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയും പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ അറിയുക, നിങ്ങളിൽ ആരും തൻ്റെ കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയില്ല. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കളുമില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാനുമില്ല. അള്ളാഹു കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും എന്നെ മൂടിയാലല്ലാതെ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 50 ഹദീസ് നമ്പർ 76. ഇനി അടുത്ത ഹദീസ് നോക്കാം. ജാബിർ നിവേദനം. നബി പറഞ്ഞു, നിങ്ങളിൽ ആരെയും അവൻ്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയുമില്ല, എന്നെപ്പോലും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടല്ലാതെ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 50 ഹദീസ് നമ്പർ 77. ഇവിടെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പറയുകയാണ്, മുസ്ലിങ്ങളെ, നിങ്ങളുടെ ആരുടെയും കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആ കർമ്മങ്ങൾ കൊണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുകയില്ല നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പറ്റില്ല, എന്നെ കൊണ്ടുപോലും അത് സാധിക്കുകയില്ല എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കർമ്മമാർഗത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നാണ് വളരെ വ്യക്തമായി മുഹമ്മദ് പഠിപ്പിച്ചത്. കർമ്മമാർഗത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ വേറെ ഏത് മാർഗത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുഹമ്മദിനില്ലേ? കാരണം അദ്ദേഹം ഒരു മതസ്ഥാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് അദ്ദേഹത്തിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട്. അന്ന് കുറച്ച് പേരെ ഉള്ളെങ്കിലും ഇന്ന് കോടിക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഈ കോടിക്കണക്കിന് ആളുകൾക്ക് അവരോട് പറയാണ്, ഇന്ന വഴിയിലൂടെ പോയാൽ നിങ്ങൾ സ്വർഗത്തിലെത്തുകയില്ല, ആ വഴി നിങ്ങൾ നോക്കുക വേണ്ട, സ്വർഗത്തിലെത്തില്ല. ശരി, ഓക്കെ. പക്ഷേ ഏത് വഴിയിലൂടെ പോയാലാണ് സ്വർഗത്തിലെത്താൻ പറ്റുക അത് പറഞ്ഞു കൊടുക്കണ്ടേ? അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, ഇതാണ് ശരിയെന്ന് പറയണ്ടേ? അത് പറയാൻ മുഹമ്മദിന് സാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാർഗം ഏതാണ്, സ്വർഗത്തിലേക്കുള്ള ആ വഴി ഏതാണെന്നുള്ളതിനെക്കുറിച്ച് മുഹമ്മദിനും യാതൊരു പിടിയുമില്ലായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിന് ഒരു പിടിയുമില്ല. മുഹമ്മദിനെ ഉപയോഗിച്ച അള്ളാഹു എന്ന് പറയുന്ന ആ ആത്മാവുണ്ടല്ലോ, അത് പൈശാചികാത്മാവാണ്, പിശാചാണ്. ആ പിശാചാണെങ്കിലോ ഈ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ആരംഭം മുതലേ ശ്രമിക്കുന്നതാണ്. ആരംഭം മുതലേ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവരോട് പറഞ്ഞു, ഇന്ന വഴിയിൽ കൂടെ പോയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞത്. അതല്ലാതെ ഇതാണ് ശരിയായ വഴി, ഇതിലേ പോയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലും എന്ന് പറയേണ്ടത്. അത് പറഞ്ഞില്ല. പറയാതിരുന്നതിൻ്റെ കാരണം എന്താണ്? മനുഷ്യർ നശിക്കണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്, രക്ഷ പ്രാപിക്കണമെന്നല്ല, നാശത്തിലേക്ക് പോകണമെന്നാണ്. ദൈവം നരകം ഒരുക്കിയിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, പിശാചിന് വേണ്ടിയിട്ടാണ്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അത് പിശാചിന് വേണ്ടി അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ പിശാച് പോകുന്ന പോക്കിൽ പരമാവധി മനുഷ്യരെയും കൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പിശാച് കണ്ടുപിടിച്ചൊരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. കോടിക്കണക്കിന് ആളുകളെയാണ് അവൻ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മുസ്ലിങ്ങൾക്ക് പാപമോചനം നൽകാനോ അല്ലെങ്കിൽ പാപമോചനം നേടേണ്ട മാർഗം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ കഴിയാത്ത മുഹമ്മദിനെ മുസ്ലിങ്ങൾ സ്നേഹിക്കേണ്ട കാര്യം എന്താണ്? എന്ത് കാര്യമാണുള്ളത്? ഒരു മുസ്ലിമും ഈ കാര്യം സ്വയം ചോദിക്കുന്നില്ല, തന്നോട് തന്നെ ചോദിക്കണം. ഞാൻ എന്തിന് മുഹമ്മദിനെ പിന്തുടരണം? ഞാൻ എന്തിന് മുഹമ്മദിനെ സ്നേഹിക്കണം? അത് എൻ്റെ സ്വന്തം മാതാപിതാക്കളെക്കാൾ അധികമായിട്ട് ഞാൻ ആ മനുഷ്യനെ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അയാളെ ഞാൻ എന്തിന് സ്നേഹിക്കണം? സ്വയം ചോദിക്കണം മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വയം ചോദിക്കണം. മുസ്ലിങ്ങൾക്ക് രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കാൻ മുഹമ്മദിന് അറിയില്ലായിരുന്നെങ്കിലും തന്നെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ ഒരു മടിയും മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിശ്വാസികളുമായി യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്താൽ അവന് ഉറപ്പായും സ്വർഗം കിട്ടുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. മനസ്സിലായോ? നിങ്ങളുടെ കർമ്മമാർഗം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി എന്താണ്, ഗതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ മുഹമ്മദ് പക്ഷേ മുസ്ലിങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? പിന്നീട് വേറൊരു സമയത്ത് അവരോട് പറഞ്ഞത് അവിശ്വാസികളുമായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടുമെന്നാണ്. ഹദീസ് ഞാൻ വായിക്കാം. ജാബിർ പറയുന്നു, ഉഹദ് യുദ്ധ ദിവസം ഒരാൾ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, വധിക്കപ്പെടുന്ന പക്ഷം എവിടെയായിരിക്കും ഞാൻ? സ്വർഗത്തിൽ. തിരുമേനി അരുളി,
ഉടനെ ആ മനുഷ്യൻ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം ദൂരെ എറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഓടി യുദ്ധം ചെയ്ത് മരണം വരിച്ചു. സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1574. താൻ സ്വർഗത്തിൽ പോകുമോ എന്ന കാര്യത്തിൽ മുഹമ്മദിന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ലെങ്കിലും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് അനുയായികളെ യുദ്ധത്തിന് അയക്കാനും കൊലയ്ക്ക് കൊടുക്കാനും ഒരു മടിയും മുഹമ്മദിനുണ്ടായിരുന്നില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ചിന്താശേഷിയുള്ള ഏതൊരാൾക്കും ഇതിൽ നിന്ന് മനസ്സിലാകും. നമ്മൾ ചിന്തിച്ചു നോക്ക്. ഒരുത്തമാൻ്റെ മുഹമ്മദിനോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തതിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം എവിടെയാണ്? ഉറപ്പായിട്ട് നീ സ്വർഗത്തിലുണ്ടാവും, നീ സ്വർഗത്തിൽ പോകും. ഇത് കേട്ട പാതി ഈ മണ്ടൻ എന്താ ചെയ്തത്? ചിന്തിക്കാനുള്ള ബോധമില്ല, കഴിവില്ല, കാട്ടറബികളല്ലേ. അങ്ങനെ തന്നെ ഓടിപ്പോയി യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ടു. എന്നിട്ട് നേരെ നരകത്തിലേക്കും പോയി. നരകത്തിലേക്കേ പോവുകയുള്ളൂ. 100% ഉറപ്പിച്ച് തന്നെ പറയും, നരകത്തിലേക്കേ പോവുകയുള്ളൂ. ഒരിക്കലും കൊലപാതകികളൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല. അങ്ങനെയുള്ള ഒരു വ്യാമോഹവും വേണ്ട. കൊലപാതകി സ്വർഗരാജ്യമൊന്നും അവകാശമാക്കുകയില്ല. മനസ്സിലായ? അങ്ങനെ പ്രതീക്ഷിക്കുക വേണ്ട. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ്. സ്വർഗത്തിൽ പോകുന്നു, താൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലെങ്കിൽ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ പോയി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് ഈ പറഞ്ഞ മുഹമ്മദ് ഒരിക്കലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുമില്ല. അതും കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. യുദ്ധത്തിൽ ചില സമയത്ത് പങ്കെടുക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു, മറ്റു മുസ്ലിങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇതായിട്ട് പരിചയമായിട്ട് നിങ്ങൾ ചുറ്റും നിൽക്കാൻ പറഞ്ഞു. മുസ്ലിങ്ങൾ വന്നിട്ട് മുഹമ്മദിന് ചുറ്റും നിന്നു. പലരും ആ സമയത്ത് ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉഹദ് യുദ്ധത്തിലൊക്കെ. ഉഹദ് യുദ്ധത്തിൽ മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ആ വിധത്തിൽ ആക്രമണം ഏൽക്കുകയുണ്ടായി. അപ്പോൾ അതിനു മുമ്പേ തന്നെ മുഹമ്മദിൻ്റെ സംരക്ഷകരായിട്ട് നിന്നിരുന്ന അവരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വർഗത്തിൽ പോകുന്നോ ഇത്ര ഉറപ്പുണ്ടെങ്കിൽ മുഹമ്മദിന് ആ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടാൽ പോരെ? മുഹമ്മദ് ഒരിക്കലും യുദ്ധക്കളത്തിൽ പോയിട്ട് കൊല്ലപ്പെട്ടിട്ടില്ല. ഒരിക്കലും അത് ചെയ്തിട്ടില്ല. മുഹമ്മദ് മാത്രമല്ല, നമുക്കറിയാം വാര്യംകുന്നൻ്റെ ചരിത്രമൊക്കെ നമ്മൾ മുമ്പേ കണ്ടതാണല്ലോ. ഇല്ല, യുദ്ധക്കളത്തിൽ പോയിട്ട് ഇവർ കൊല്ലപ്പെടുകയില്ല. അതൊക്കെ അനുയായികൾക്ക്, മന്ദബുദ്ധികളായ അണികൾക്ക്, അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ ഇത്തരം പഠിപ്പിക്കലുള്ളതുകൊണ്ട്, അതായത് കർമ്മമാർഗത്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. നിങ്ങൾ എത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും എത്രയൊക്കെ പുണ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പുണ്യപ്രവൃത്തികൾ ചെയ്താലും നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, നിങ്ങൾക്ക് പാപമോചനം കിട്ടുകയില്ല എന്നുള്ള കാര്യം മുഹമ്മദ് പഠിപ്പിക്കുകയും എന്നാൽ ഇങ്ങനെ കാര്യം പറയുകയും ചെയ്തതോടുകൂടി, അതായത് അമുസ്ലിങ്ങൾക്ക് നേരെയുള്ള യുദ്ധത്തിൽ നിങ്ങൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ളത് ആ പഠിപ്പിക്കലുണ്ടല്ലോ. ആ പഠിപ്പിക്കൽ വന്നതോടെ എന്തുണ്ടായെന്നറിയാമോ? ഇസ്ലാമിക ലോകം ഇത്രമാത്രം അധപ്പതിച്ച് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും മുസ്ലിങ്ങൾ ലോകമെമ്പാടുമുള്ള അന്യമതസ്ഥർക്ക് നേരെ കൊലവിളി മുഴക്കി നടക്കുന്നതിൻ്റെ കാരണം മുഹമ്മദിൻ്റെ ഇത്തരം പഠിപ്പിക്കലുകളാണ്. മനസ്സിലായി? ഇത്തരം പഠിപ്പിക്കലുകളാണ്. സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവന്മാർ പോയിട്ട് ആ അവിശ്വാസികളുടെ ചെന്ന് കഴിഞ്ഞിട്ട് ദേഹത്തൊക്കെ ബോംബ് കെട്ടിവെച്ച് പോയിട്ട് പൊട്ടിത്തെറിച്ച് ചാകുന്നത്. സ്വയം ചാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൊല്ലുകയാണ്, അവിശ്വാസികളെ കൊല്ലുകയാണ്. ഇതൊക്കെ ഇത്തരം പഠിപ്പിക്കലുകളുടെ അനന്തരഫലമാണ്. മുസ്ലിങ്ങൾ എന്ന ജനവിഭാഗത്തിനെ മാത്രം ലോകത്തുള്ള മറ്റെല്ലാ ജനങ്ങളും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഒരു മുസ്ലിം എപ്പോൾ വേണമെങ്കിലും മുഹമ്മദിൻ്റെ കൽപ്പന പാലിക്കാൻ തയ്യാറായി തൻ്റെ കഴുത്തിന് നേരെ കത്തി വീശും എന്നവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. മനസ്സിലായ? ഇത് മാത്രമല്ല, ദരിദ്രമായ ഇസ്ലാമിക രാജ്യങ്ങളിൽ 10-12 വയസ്സുള്ള പെൺകുട്ടികളെ, അവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ ഈ മുസ്ലിം മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ 10-12 വയസ്സുള്ള ഈ പെൺകുട്ടികളെ സമ്പന്ന മുസ്ലിങ്ങൾ നിക്കാഹ് കഴിക്കുന്നതിൻ്റെ കാരണം അത് മുഹമ്മദ് തന്നെയാണ്. 51 വയസ്സായ മുഹമ്മദ് 6 വയസ്സ് തികയാത്ത ആയിഷയെ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു മാതൃക മുസ്ലിങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ നരകജീവിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇതുപോലെ ഓരോന്നും ഇസ്ലാമിക രാജ്യങ്ങൾ എന്തുകൊണ്ട് അധപ്പതിച്ച് കിടക്കുന്നു? ഈ പാശ്ചാത്യ എണ്ണ കണ്ടുപിടിച്ചത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു. അതല്ല ഞാൻ പറഞ്ഞത്. ഈ എണ്ണ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം നമുക്കറിയാം. ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഉണക്ക കാരയ്ക്കൊക്കെ ഇങ്ങനെ ചപ്പി നടന്നിരുന്ന ഒട്ടകപ്പുറത്ത് നിന്ന് ഒരൊട്ടകത്തിന് സഞ്ചരിക്കാൻ പറ്റാവുന്ന അത്രയും ദൂരം മാത്രം സഞ്ചരിച്ച്, അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അത്രയായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നിരുന്ന ആളുകളാണ്. പിന്നെ എണ്ണയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതത്തിൽ മാറ്റം വന്നത്. അത് അവരുടെ ഇതുകൊണ്ടൊന്നുമല്ല, അവരുടെ ബുദ്ധിയോ കഴിവൊന്നുമല്ല, പാശ്ചാത്യരുടെ കഴിവാണ്. അപ്പോൾ അത് ആ രാജ്യങ്ങൾ വിട്. പാശ്ചാത്യരുടെ ബുദ്ധിയും അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ അധ്വാനവും കൊണ്ട് ഇവർ സമ്പന്നരായിരിക്കുന്നതാണ്. എന്നാൽ അതല്ലാത്ത മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം നിങ്ങൾ നോക്ക്. എണ്ണയൊന്നുമില്ലാത്ത രാജ്യങ്ങൾ ഒക്കെ അധപ്പതിച്ച് കിടക്കുകയല്ലേ. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും, ഈ 3 രാജ്യങ്ങളും ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ അഫ്ഗാനിസ്ഥാൻ മുതൽ ഇങ്ങോട്ടുള്ള രാജ്യത്തിനെയാണ് പുറമേയുള്ള ഒരു ഇന്ത്യ എന്ന് വിളിച്ചിരുന്നത്.
ഒരേ സാംസ്കാരിക പൈതൃകം പിന്തുടരുന്നവരാണ്. ഈ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ മുതൽ ഈ ഇന്ത്യ വരെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് വരെയുള്ള ഈ അവിടെയുള്ള ജനങ്ങൾ ഒരേ സാംസ്കാരിക പൈതൃകം പിന്തുടരുന്നവരാണ്. അങ്ങനെയുള്ളവർ, ഒരേ സാംസ്കാരിക പശ്ചാത്തലമുള്ള ആ ആളുകളിൽ ഇന്ത്യ അവിടെ എത്തി, ബാക്കി രാജ്യങ്ങളിൽ അവിടെ എത്തി. കാരണം ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ സാധനം. മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അത് മുസ്ലിങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത് ഒരു ദുർമാതൃകയുള്ളൊരു വ്യക്തിയാണ്. ദുർമാതൃകയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മുഹമ്മദിനെ മാതൃകയാക്കി അതിനെ പിൻപറ്റി നടക്കുന്നവർക്ക് അവരുടെ ജീവിതം ദുരിതമയമാണ്. മുസ്ലിങ്ങളുടെ ജീവിതം ഒരു ദുരന്തമാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് പോയ ആളാണ് മുഹമ്മദ്. അങ്ങനെയുള്ള മുഹമ്മദിനെ എന്തിനാണ് ഞാൻ സ്നേഹിക്കേണ്ടതെന്ന് ഒരു മുസ്ലിമും ചിന്തിക്കുന്നില്ല, സ്വയം ചോദിക്കുന്നതുമില്ല. അതൊരു വലിയ പരാജയമാണ്, മുസ്ലിങ്ങളുടെ ഒരു വലിയ പരാജയമാണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ എന്തിനു സ്നേഹിക്കണം? മുസ്ലിങ്ങളെ നിങ്ങൾ സ്വയം ചോദിക്കണം. ആ ചോദ്യം നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം. മരണശേഷമുള്ള നിത്യയുടെ കാര്യത്തിൽ മുഹമ്മദ് യാതൊരു ഉറപ്പും മുസ്ലിങ്ങൾക്ക് നൽകുന്നില്ല. ആകപ്പാട് കൂടെ ഒരുറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നത് അവിശ്വാസികളെ കൊല്ലുക അല്ലെങ്കിൽ അവിശ്വാസികളുമായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉറപ്പ് തരുന്നുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള മതങ്ങളിലൊക്കെ പല പല പഠിപ്പിക്കലുകളുണ്ട്. അതൊന്നും മറ്റു മനുഷ്യരെ കൊല്ലാനുള്ളതല്ല. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കർമ്മമാർഗത്താലുള്ള രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ മാത്രമാണ് കർമ്മമാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശ്വാസമാർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിശ്വാസത്താൽ മാത്രം രക്ഷ കിട്ടും എന്നുള്ള കാര്യം ബൈബിളാണ് പറയുന്നത്. മറ്റു മതങ്ങളിൽ കർമ്മമാർഗങ്ങളാണ്. പക്ഷെ ആ മതങ്ങളിലുള്ള കർമ്മമാർഗങ്ങളൊന്നും തന്നെ വേറെ ആരെങ്കിലും കൊല്ലാൻ പറയുന്നതല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവ ആചരിക്കുന്നത്, ആ മതങ്ങളിലുള്ള ഇതെല്ലാം ആരെങ്കിലും ആചരിക്കുന്നത് കൊണ്ട് ബാക്കി മതങ്ങളിലുള്ള മനുഷ്യർക്ക് ഒരു ദോഷവുമില്ല. പക്ഷേ ഇസ്ലാമിൽ മാത്രം അങ്ങനെയല്ലല്ലോ. ഇസ്ലാമിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെയുള്ള ഒരു മുസ്ലിം അവൻ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തി മറ്റ് അവിശ്വാസികളായിരിക്കുന്ന അല്ലെങ്കിൽ അമുസ്ലിങ്ങളായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവിശ്വാസി, ഞങ്ങളെ സംബന്ധിച്ച് അമുസ്ലിങ്ങൾ, അങ്ങനെയുള്ള ആളുകളുടെ ജീവനെടുക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ബാക്കിയുള്ളവരെ നിങ്ങൾ കൊല്ലേണ്ടി വരുന്നു. അത്ര വൃത്തികെട്ടൊരു ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഐഡിയോളജി പഠിപ്പിച്ചു തന്ന് ലോകത്തിൻ്റെ മുമ്പാകെ നിങ്ങളെ വെറുക്കപ്പെട്ടവരാക്കി നിർത്തിയ ഈ മുഹമ്മദിനെ നിങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത്? അവനെ സ്നേഹിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. എന്നാൽ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക, ക്രിസ്ത്യാനികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾക്ക് പറയാൻ കാരണങ്ങളുണ്ട്, ധാരാളം അനവധിയായ കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തിയത് യേശു ക്രിസ്തുവാണ്. അശുദ്ധരായിരുന്ന ഞങ്ങളെ വിശുദ്ധരാക്കി തീർത്തത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിത്യശിക്ഷാവിധിക്ക് യോഗ്യരായി കിടന്ന ഞങ്ങളെ നിത്യരക്ഷ നൽകി അനുഗ്രഹിച്ചത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏദൻ തോട്ടത്തിൽ വെച്ചേ നഷ്ടപ്പെട്ടു പോയിരുന്ന ഞങ്ങളെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവാണ്. പിശാചിൻ്റെ മക്കളായിരുന്ന ഞങ്ങളെ ഇന്ന് ദൈവമക്കളാക്കി തീർത്തത് അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവകോപത്തിന് മാത്രം പാത്രീഭൂതരായിരുന്ന ഞങ്ങളെ ദൈവാനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളാക്കി മാറ്റിയത് യേശു ക്രിസ്തുവാണ്. വരണ്ടുണങ്ങിയ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിത്യജീവൻ്റെ നീരുറവ ഒഴുക്കിയത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സത്യദൈവത്തിൻ്റെ നാമം പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാതിരുന്ന ഞങ്ങളെ സത്യദൈവത്തിനെ ആരാധിക്കുന്ന, അവന് യാഗമർപ്പിക്കുന്ന രാജകീയ പുരോഹിതവർഗമാക്കി തീർത്തത് യേശു ക്രിസ്തുവാണ്. ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ലാതിരുന്ന ഞങ്ങൾക്ക് തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട് ജീവനുള്ള ഒരു പുതുവഴി സ്വർഗത്തിലേക്ക് തുറന്നു തന്നത് അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിരർത്ഥകമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ഇന്ന് അർത്ഥമുണ്ടാക്കി തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. സമാധാനമില്ലാതെ അലഞ്ഞിരുന്ന ഞങ്ങൾക്ക് നിത്യസമാധാനം നൽകി അനുഗ്രഹിച്ചത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ മുഖപ്രകാശം ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സത്യവെളിച്ചം പ്രകാശിപ്പിച്ചത്, ദൈവത്തിൻ്റെ ജനമായി ഞങ്ങൾ മാറിയത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നത് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. മനസ്സിലായോ? അവിടുന്ന് ഞങ്ങളുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെയുള്ള ഈ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു ഞങ്ങളുടെ പാപത്തിനുള്ള പ്രായശ്ചിത്തയാഗം കാൽവരി ക്രൂശിൽ അർപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങളിന്ന് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നോക്കി അവൻ തൃക്കൺ പാർത്തപ്പോൾ
ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കുരിശിൽ സ്വയം യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കും. മരണം വരെ സ്നേഹിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്, മരണത്തിനപ്പുറവും മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അവനെ സ്നേഹിക്കും. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കർത്താവിൻ്റെ അടുക്കലേക്കാണ്. ഞങ്ങൾ അവൻ്റെ സന്നിധിയിലായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അവനെ മുഖാമുഖം കണ്ടവനെ ആരാധിക്കും. എന്നും അവനോടുകൂടെ ആയിരിക്കും. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അവനെ സ്നേഹിക്കും. കാരണം സ്നേഹിക്കാൻ കൊള്ളാകുന്നവനാണ് ഞങ്ങളുടെ കർത്താവ്. സ്നേഹിക്കാൻ കൊള്ളാവുന്നവനാണ്. അതുകൊണ്ടാണ് ദാവാക്കാരിൽ നിന്ന് മുഖത്ത് കുത്തേറ്റിട്ടും രക്തമൊലിപ്പിച്ചുകൊണ്ട് ഹത്തുൻതാഷ് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ അങ്ങനെ പ്രസംഗിച്ചത് വെറുതെ ഒന്നുമല്ല, അത് അവനെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അത് മനുഷ്യരാശിക്ക് അനുഗ്രഹപ്രദമായവയാണ്. ഗിരിപ്രഭാഷണം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ വിട്. മത്തായി സുവിശേഷത്തിൻ്റെ 5, 6, 7 അധ്യായങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതനുസരിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ഏറ്റവും മാതൃകയായി ജീവിക്കും. അവൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹദാതാവായിരിക്കും. കുരിശിൽ കിടക്കുന്ന സമയത്ത് പോലും ഞങ്ങളുടെ കർത്താവ് പിതാവിനോട് അപേക്ഷിച്ചത് തന്നെ ക്രൂശിച്ച ഈ മനുഷ്യരോട് ക്ഷമിക്കാനാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. ആ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏതൊരാളും മനുഷ്യരാശിക്ക് അനുഗ്രഹം തന്നെയായിരിക്കും. മനസ്സിലായോ? ആ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒറ്റൊരുത്തനും ഒരു കയ്യിൽ കിത്താബും മറു കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് മനുഷ്യരെ കൊല്ലാൻ നടക്കുകയില്ല. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന ഉദാത്തവും മഹനീയവും മാതൃകാപരവുമായ ജീവിതത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെതിരെ മുസ്ലിങ്ങളടക്കമുള്ളവർ അധിക്ഷേപകരമായ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ നിരാകരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഞങ്ങളാരും അവർക്കെതിരെ ആയുധമെടുക്കാത്തത് ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. മനസ്സിലായ? യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, യേശുക്രിസ്തു ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനല്ലാത്തത് കൊണ്ടുമല്ല. പിന്നെ എന്താ കാര്യം എന്നറിയോ? ഞങ്ങൾക്ക് കിട്ടിയ പഠിപ്പിക്കലുണ്ടല്ലോ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, ഞങ്ങൾക്ക് കിട്ടിയ പഠിപ്പിക്കൽ അത് വേറെ വിധത്തിലുള്ളതായതുകൊണ്ടാണ്. ശത്രുവിനെ ഉന്മൂലനാശം ചെയ്യാനല്ല ഞങ്ങളോട് കർത്താവ് കൽപ്പിച്ചത്, ശത്രുവിനെ സ്നേഹിക്കാനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെതിരെ എന്തൊക്കെ വ്യാജങ്ങൾ ആര് പറഞ്ഞാലും അവരെ ആരെയും ഞങ്ങൾ ഒന്നും ചെയ്യാത്തത്. ഞങ്ങൾക്ക് ലഭിച്ച പഠിപ്പിക്കൽ അതങ്ങനെയുള്ളതായതുകൊണ്ടാണ്. അത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അല്ലാതെ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. എന്നാൽ മുഹമ്മദിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഉപദേശം അത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പഠിപ്പിക്കലായതുകൊണ്ടാണ് മുഹമ്മദിനെക്കുറിച്ച് സത്യം സംസാരിക്കുന്നവരെ കൊല്ലാൻ മുസ്ലിങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, നിങ്ങൾക്ക് കിട്ടിയ പഠിപ്പിക്കൽ അങ്ങനെയുള്ളതായതുകൊണ്ടാണ്. കുഞ്ഞുനാൾ മുതലേ നിങ്ങൾക്ക് കിട്ടിയ പഠിപ്പിക്കൽ മുഹമ്മദിനെതിരെ സംസാരിക്കുന്നവരെ ഉന്മൂലനാശം വരുത്തണം, അവനെ കൊന്നുകളയണമെന്നുള്ളത് തന്നെയാണ്. മുഹമ്മദിന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മുത്തുനബിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുത്. അലിയാർ ജിഹാദ് ഈ അടുത്തും കൂടി പറഞ്ഞല്ലോ, ഒരു മതപ്രഭാഷകനാണ്, അവരുടെ ഇടയിൽ ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയാണ്, അയാളാണ് പറഞ്ഞത് ഇവരെയൊന്നും ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല എന്ന്. കാരണം കുട്ടിക്കാലത്തെ ഈ അലിയാർ ജിഹാദിയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിക്കാലത്തെ കിട്ടിയ പഠിപ്പിക്കലാണ്. അതാണ് ഇത്രയും പ്രായമായിട്ടും കിടന്നിങ്ങനെ പുറത്തേക്ക് ഛർദ്ദിക്കുന്നത്. നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നതുകൊണ്ടൊന്നുമല്ല മുഹമ്മദിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നിങ്ങൾ കൊല്ലാൻ പോകുന്നത്, മറിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള പഠിപ്പിക്കൽ കിട്ടിയതുകൊണ്ടാണ്. മരണക്കിടക്കയിൽ വെച്ച് പോലും യാതൊരു കാരണവുമില്ലാതെ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ശപിച്ചുകൊണ്ടിരുന്നവനാണ് മുഹമ്മദ്. അവസാനിക്കാത്ത അന്യമത വിദ്വേഷമല്ലാതെ ഗുണമുള്ള എന്തെങ്കിലും ഒന്ന് മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? യാതൊന്നുമില്ല, ഒന്നുമില്ല. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ബഹുദൈവാരാധകരെയും സുഹൃത്തുക്കളാക്കരുതെന്ന് മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളയാളാണ് മുഹമ്മദ്. അത് ഖുർആൻ്റെ അകത്ത് ആ കൽപ്പനയുണ്ട്. പിന്നെ ഹദീസുകളിലേക്ക് വരുമ്പോൾ മുഹമ്മദ് കുറേം കൂടി കർക്കശമായിട്ടാണ് ആ കൽപ്പന പറയുന്നത്. അവരെ സുഹൃത്തുക്കളാക്കരുതെന്ന് മാത്രമല്ല, വഴിയിൽ വെച്ചെങ്ങാനും നിങ്ങൾ അവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോട് കർക്കശമായി തന്നെ പെരുമാറണം. അവരെ നേർവഴിയിലൂടെ നടക്കാൻ സമ്മതിക്കരുത്, അവരെ ഇടുങ്ങിയ പാതയിലേക്ക് അവരെ തള്ളി മാറ്റണമെന്നൊക്കെയാണ് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മുഹമ്മദിനെ
ചോദ്യവും പറച്ചിലും കൂടാതെ സ്നേഹിക്കാനും മുഹമ്മദിനെതിരെ സംസാരിക്കുന്നവരെ കൊന്നുകളയാനും മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം മുഹമ്മദിൻ്റെ യഥാർത്ഥ ജീവിതം മുസ്ലിങ്ങൾ മനസ്സിലാക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിങ്ങൾക്കത് മനസ്സിലാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ഹദീസുകളിലുള്ള മുഹമ്മദിൻ്റെ ചരിത്രം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങളേതാ നിങ്ങളുടെ കിതാബിനകത്ത് പറയുന്ന മുഹമ്മദ് ഇങ്ങനെയുള്ളവനാണ്, മുഹമ്മദ് ഇങ്ങനെയുള്ളവനാണ്. 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് 6 വയസ്സ് തികയാത്ത കുഞ്ഞിനെ വിവാഹം കഴിച്ചയാളാണ്. സ്വന്തം വളർത്തുമകൻ്റെ ഭാര്യയെ ഒരു പ്രത്യേക പരിസ്ഥിതി കണ്ടപ്പോൾ കാമം മൂത്തിട്ട് ഈ വളർത്തുമകനെ കൊണ്ട് അവളെ ഡൈവോഴ്സ് ചെയ്യിപ്പിച്ച് ഇയാൾ ഭാര്യയാക്കിയിട്ടുണ്ട്. അതുപോലെ ചില ഇടങ്ങളിലൊക്കെ ചെന്ന് മുഹമ്മദ് അവിടെയുള്ളവരെയൊക്കെ ആക്രമിച്ച് കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ട് അവിടുത്തെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്ന് ആ വരുന്ന വഴിക്ക് തന്നെ അവരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതുപോലെ ചിലയിടങ്ങളിലൊക്കെ ആക്രമിച്ചു കഴിഞ്ഞിട്ട് അടിമയായി പിടിക്കപ്പെടുന്ന ഈ ചെറിയ ആൺകുട്ടികളെയൊക്കെ അവരുടെ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഗുഹ്യഭാഗത്ത് രോമം മുളച്ചോ എന്ന് നോക്കി അവരെ കൊന്നു കളഞ്ഞിട്ടുള്ള ആളാണ് മുഹമ്മദ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ഞങ്ങളായിട്ടുണ്ടാക്കി പറയുന്നതല്ല, കൃത്യമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്. അപ്പോൾ ഈ കാര്യമൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ചിന്താശേഷിയുള്ളവൻ, തലയ്ക്ക് ഇത്തിരിയെങ്കിലും തലയ്ക്കകത്ത് തലച്ചോറ് ഇത്തിരിയെങ്കിലും പ്രവർത്തിപ്പിക്കുന്നവൻ, അങ്ങനെയുള്ള ടീമുകളുണ്ടല്ലോ, അവർക്ക് കാര്യം മനസ്സിലാവും. മുഹമ്മദ് വെറും ഉഡായിപ്പാണെന്ന് മനസ്സിലാവും, വെറും ഫ്രോഡാണെന്ന് മനസ്സിലാവും. അവർ ഇട്ടിട്ട് പോകും, ഉറപ്പായിട്ടും അവർ മുഹമ്മദിനെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകും അവർ. നമുക്കറിയാം ഇപ്പോൾ അത് മനസ്സിലാക്കി ധാരാളം ചെറുപ്പക്കാർ ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. ക്ലബ് ഹൗസ് വന്നതിന് ശേഷം അത് കൂടി, വളരെയധികം കൂടി. മൊത്തം ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം വളരെ അധികമാണ്. അറബ് രാജ്യങ്ങളിലെല്ലാം ധാരാളം പേര് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറുപ്പക്കാരാണ് അധികം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് പറഞ്ഞത്, നിങ്ങൾ യഹൂദന്മാരുമായി ക്രിസ്ത്യാനികളുമായി ബഹുദൈവാരാധകരുമായൊന്നും കൂട്ടുകൂടരുത്, അവരെയൊന്നും നിങ്ങൾ സുഹൃത്തുക്കളാക്കി വെക്കരുത്. പിന്നെ ആരെങ്കിലും മുഹമ്മദിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുത്ത് കണ്ടിച്ചോളണം, അവൻ്റെ പെടറിക്ക് തന്നെ വെട്ടിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞതേ ഈ കാരണം കൊണ്ടാണ്. മുഹമ്മദ് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവനായിരുന്നു എന്ന കാര്യം മുസ്ലിങ്ങൾ അറിയരുത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മുഹമ്മദിനെ ഞങ്ങൾ അപമാനിക്കുന്നു എന്നാണല്ലോ ഇവന്മാർ പറയുന്നത്. ഇവരുടെ ന്യായീകരണത്തിൽ ഒരു കാര്യം അതാണല്ലോ, നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ അപമാനിച്ചത് കൊണ്ടല്ലേ, ഞങ്ങൾ സ്വദേഹത്തേക്കാൾ അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവാചകനെ നിങ്ങൾക്ക് അപമാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ അപമാനിക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ന്യായീകരണത്തിലെ ഇവർ പറയാറുള്ളതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ മുഹമ്മദിനെക്കുറിച്ച് മുസ്ലിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ വായിച്ചാൽ അതെങ്ങനെയാണ് മുഹമ്മദിനെ അവമാനിക്കലാകുന്നത്? 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 5 വയസ്സും 10 മാസവും പ്രായമുള്ള ആയിഷയെ മുഹമ്മദ് കല്യാണം കഴിച്ചു എന്ന് പറയുന്നതാണോ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അവമാനമായിട്ട് തോന്നുന്നത്? അത് ബുഖാരിയിലും മുസ്ലിമിലൊക്കെയുള്ള ഹദീസാണ്. അതുപോലെ 9 വയസ്സ് തികയുന്നതിന് മുമ്പേ മുഹമ്മദ് ആയിഷയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു എന്ന് ഞങ്ങൾ പറയുന്നതാണോ നിങ്ങൾക്ക് പ്രവാചകനിന്ദയായിട്ട് തോന്നുന്നത്? അതും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മുഹമ്മദിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ പ്രമാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നവയാണ്, അല്ലാതെ ഞങ്ങളുടെ ഭാവനയിൽ നിന്ന് ഞങ്ങൾ പറയുന്നതല്ല. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് അത് ബൈബിളിലുള്ള കാര്യങ്ങളല്ല, നിങ്ങളുടെ ഭാവനയിലുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് കിട്ടിയ പഠിപ്പിക്കൽ അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഈ വ്യത്യാസം എല്ലാ മുസ്ലിങ്ങളും അറിഞ്ഞിരിക്കണം. മുഹമ്മദിനെക്കുറിച്ചുള്ള സത്യം ആരെങ്കിലും പറയുമ്പോൾ മുസ്ലിങ്ങൾ വയലൻ്റായി അവരെ ആക്രമിക്കുന്നതിന് കാരണം മുസ്ലിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പഠിപ്പിക്കൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. മുഹമ്മദ് നേരെ സംസാരിക്കുന്നവരെ ആക്രമിക്കണം, അവരെ കൊല്ലണം, അവരെ നിശബ്ദരാക്കണം എന്നുള്ള പഠിപ്പിക്കൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇവർ ആക്രമിക്കുന്നത്. അല്ലാതെ ഇവർ ഈ ന്യായീകരണ ക്യാപ്സൂളായിട്ട് വരുന്ന ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നുള്ളതൊന്നും അല്ല. മുസ്ലിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത, ഉപദ്രവം മാത്രം ചെയ്തിട്ടുള്ള ഇത്രയും നാളുകൾക്ക് ശേഷവും 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അവരുടെ ജീവിതത്തിനെ നരകതുല്യമാക്കി തീർക്കുന്ന, അവരുടെ ജീവിതത്തിനെ ദുരിതമയമാക്കി തീർക്കുന്ന ആ മുഹമ്മദിനെ മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കോമഡിയാണ്. ഇനി അങ്ങനെ മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ 10,000 ഇരട്ടി യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും വരുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും യേശു ക്രിസ്തുവിനെക്കുറിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അപവാദങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരെ ഒന്നും ചെയ്യാത്തതിന് കാരണം ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കൽ അത് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതായതുകൊണ്ടാണ്, ശത്രുവിൻ്റെ തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതായതുകൊണ്ടാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കലുകളാണ്
നാം പിന്തുടരുന്ന ഐഡിയോളജികളാണ് നമ്മുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതും അതുതന്നെയാണ്, മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നതും, നമ്മുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതും ആ ഐഡിയോളജിയാണ്. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതിന് മുമ്പ്, ബൈബിൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അന്നുള്ള അനിൽകുമാർ എന്ന് പറയുന്നത് മറ്റൊരു അനിൽകുമാറാണ്. ആ അനിൽകുമാറിനെ കുറിച്ച് എൻ്റെ പഴയ സ്നേഹിതന്മാരോട് ചോദിച്ചാൽ അറിയാം. അത് നിങ്ങൾ ഇന്ന് കാണുന്ന അനിൽകുമാറേ അല്ല, വേറെ ഒരു അനിൽകുമാറാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞതോടുകൂടെ, യേശുക്രിസ്തുവിനെ പിൻപറ്റാൻ തുടങ്ങിയതോടുകൂടെ, ബൈബിൾ അനുസരിക്കാൻ തുടങ്ങിയതോടുകൂടെ എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. കാരണം ഈ ഐഡിയോളജി എന്നെ രൂപാന്തരപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ ഉപദേശങ്ങൾ അതെന്നെ രൂപാന്തരപ്പെടുത്തി. അപ്പോൾ നാം ആരെയാണോ പിന്തുടരുന്നത്, ആ പിന്തുടരുന്നവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും നാം മോൾഡ് ചെയ്യപ്പെടുന്നത്. നിർഭാഗ്യവശാൽ മുസ്ലിങ്ങളെ നിങ്ങൾ പിന്തുടരുന്നത് ലോകത്തിൻ്റെ ശാപമായി തീർന്ന ഒരുവനെയാണ്. ലോകത്തിൻ്റെ ശാപമായി തീർന്നൊരുവൻ. ഇന്നും എത്രയോ ആളുകൾ അവമുഖാന്തരം കഷ്ടം അനുഭവിക്കുന്ന, മക്കൾ നഷ്ടപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഓരോ ദിവസവും അവനെ പ്രാകുന്നുണ്ടായിരിക്കും, ശപിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ തന്നെ ജീവിതം നരകതുല്യമാക്കി തീർത്ത ആളല്ലേ ഈ മുഹമ്മദ്, അല്ലേ? ദുർമാതൃക മാത്രം നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ട് പോയ ഒരുത്തനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. സ്വാഭാവികമായും അവനെ പിന്തുടരുന്നതനുസരിച്ച് നിങ്ങൾ മോൾഡ് ചെയ്യപ്പെടും. അവനെപ്പോലെ വൃത്തികെട്ട ഒരുവനായി നിങ്ങൾ മാറും. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അന്യമതസ്ഥരെ കണ്ടാൽ കൊല്ലണമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിൻ്റെ മാർഗത്തിൽ അവനോട് കാര്യങ്ങൾ സംസാരിച്ച് അവൻ്റെ അവൻ തെറ്റിദ്ധാരണയാണെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുകയോ, അല്ലെങ്കിൽ അവൻ പറയുന്നത് ശരിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ സ്വയം മാറണം, അങ്ങനെയോ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. മറിച്ച് അവനെ കൊന്നുകളയാനാണ്, അവനെ ആക്രമിച്ച് നിശബ്ദനാക്കാനാണ്. ഇവിടെ ഇപ്പോൾ അധികാരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടല്ലേ, കേരളത്തിൽ അധികാരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇത് തന്നെ ചെയ്യില്ലേ? സ്പീക്കേഴ്സ് കോർണറിൽ ഹത്തുൻ താഷിനെ ആക്രമിച്ചതുപോലെ തന്നെ, പെരടിക്ക് കുത്താൻ ശ്രമിച്ചതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ പേരെ അത് തന്നെ ചെയ്യില്ലേ? നിങ്ങൾക്കിവിടെ അധികാരം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ലേ ഇത്? അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ലേ? അലിയാർ ജിഹാദി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണല്ലോ, അവനെയൊന്നും ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല എന്ന് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ അത് പറഞ്ഞാൽ, മുഹമ്മദിനെ കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ അവരെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല എന്ന്. അത് ആഗ്രഹം അതാണ്, ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് അതാണ്. പക്ഷേ ഇവിടെ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ പറ്റും, ഇപ്പം പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ടു പോയി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ഒരു വൃത്തികെട്ട ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറി. മനുഷ്യൻ എന്നുള്ള ഇതൊക്കെ പോയി. മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുമല്ല നിങ്ങളെ നയിക്കുന്നത്, മറ്റൊന്നാണ്. പിശാചിൻ്റെ ആത്മാവാണ്, പൈശാചികതയാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ അനുധാവനം ചെയ്യുന്ന മുഹമ്മദ് വളരെ വൃത്തികെട്ട ഒരു മനുഷ്യനായതുകൊണ്ടാണ് അവനെക്കുറിച്ചുള്ള സത്യം പറയുന്നവരെയെല്ലാം ആക്രമിച്ച് നിശബ്ദരാക്കാൻ അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ കെണി മനസ്സിലാക്കി നിങ്ങൾ ഇസ്ലാം എന്ന ഈ ചതിക്കുഴിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ പോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന ഒരുവനെ ഈ ഭൂമുഖം ഇന്നുവരെ കണ്ടിട്ടില്ല. അവനെപ്പോലെ കൊള്ളാകുന്ന ആരാണുള്ളത്? അവനെപ്പോലെ മഹാനായിരിക്കുന്ന, അവനെപ്പോലെ ഉന്നതനായിരിക്കുന്ന, അവനെപ്പോലെ ഉത്തമനായിരിക്കുന്ന ഒരുവൻ ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് തുല്യമായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വരിക. യേശുക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ലജ്ജിതരായി നിൽക്കേണ്ടി വരില്ല. നിങ്ങളുടെ മുഖം ഒരിക്കലും കുനിക്കേണ്ടി വരില്ല. ഇപ്പോൾ മുഹമ്മദിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ നാണക്കേട് കൊണ്ട് മുഖം കുനിച്ചല്ലേ നിങ്ങൾ നിൽക്കുന്നത്, അല്ലേ? നിങ്ങളുടെ പ്രവാചകനെക്കുറിച്ച് നിങ്ങളുടെ ഹദീസുകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാർ ആരെങ്കിലും നിങ്ങളുടെ മുമ്പാകെ വെച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ടി വരുന്നില്ല. എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ അതാണ്. ഈ ഹൈസ്കൂൾ ക്ലാസ്സിലെ പിള്ളേർ, അല്ലെങ്കിൽ +1 +2 കോളേജ് പിള്ളേർ, ഇങ്ങനെയൊക്കെയുള്ളവർ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സംഭാഷണങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല, മുസ്ലിം പിള്ളേർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് മുഹമ്മദ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുപോലെ നാണം കെട്ട് നിൽക്കേണ്ടുന്നൊരു സ്ഥിതി യേശുക്രിസ്തുവിനെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും വരികയില്ല. നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വരിക. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കുക. ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിക്കുക. ആ നിമിഷം അവിടുന്ന് നിങ്ങളെ മകനായി അല്ലെങ്കിൽ മകളായി സ്വീകരിക്കും. അല്ലാഹുവിൻ്റെ അടിമകൾ എന്ന ഹീന സ്ഥാനത്ത് നിന്നും ദൈവത്തിൻ്റെ മക്കൾ എന്ന മഹനീയമായൊരു പദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും. അത് ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഉറപ്പാണ്.
നിങ്ങൾ ദൈവമക്കളാകുന്നതോടെ ദൈവത്തിൻ്റെ അവകാശികളായിത്തീരും. ജഡപ്രകാരമുള്ള നിങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് അവകാശമുള്ളതുപോലെ, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്, നിങ്ങളുടെ പിതാവിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എത്രമാത്രം അവിടെ അവകാശമുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ദൈവമക്കളായി തീർന്നാൽ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ അഥവാ സ്വർഗത്തിൽ നിങ്ങൾക്ക് അവകാശം ലഭിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവകാശം ലഭിക്കും. അങ്ങനെ അവകാശം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ മുദ്രയിടും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ആ അനുഭവം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മരണത്തെ ഭയപ്പെടാതെ നിങ്ങളുടെ മുമ്പാകെ നിന്ന് സംസാരിക്കുന്നത്. ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഹത്തൂൻ താഷ് മരണത്തെ മുമ്പിൽ കണ്ടിട്ടും ഒട്ടും പിന്മാറാതെ രക്തമൊലിക്കുന്ന മുഖവുമായി നിന്നുകൊണ്ട് മുസ്ലിങ്ങളോട് സുവിശേഷം പറഞ്ഞത്. ഇത് സത്യദൈവത്തിൻ്റെ മാർഗമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കൊല്ലപ്പെടുമെന്നുള്ള സ്ഥിതി വന്നിട്ട്, മരിക്കുമെന്നറിഞ്ഞിട്ട് എത്രയോ പേര്, സുവിശേഷം അറിയിക്കാൻ പോയാൽ കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ട് എത്രയോ പേര് ആദിവാസികളുടെ ഇടയിലേക്ക് പോകുന്നു. ആദ്യകാലത്തൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പലയിടങ്ങളിൽ, അതുപോലെ ആഫ്രിക്കയിൽ പലയിടങ്ങളിൽ സുവിശേഷം ആയിട്ട് പോകുമ്പോൾ അവർക്കറിയാം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നരഭോജികളായ മനുഷ്യരാണ്. കൊന്നു കഴിഞ്ഞതിന് ശേഷം അവർ പുഴുങ്ങി തിന്നുകയും ചെയ്യും. ഇതൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ തിന്നില്ലെങ്കിൽ പോലും കൊല്ലും. പക്ഷെ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അവർ പോയി. ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ നിർബന്ധിച്ചതുകൊണ്ടാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളുകൾ അവർ മറ്റുള്ളവരെ കൊല്ലാനല്ല പോവുക, ഇതുപോലെ ദൈവത്തിൻ്റെ മാർഗത്തിൽ അവർ കൊല്ലപ്പെടാൻ പോകും. അങ്ങനെ അവർ മരിച്ചു എന്നറിയുമ്പോൾ, ഒരാളങ്ങനെ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടെന്ന് അറിയുമ്പോൾ എന്തുണ്ടാകുമെന്ന് അറിയാമോ? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ആദിവാസി ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പലരുടെയും ഉള്ളിൽ ദൈവം ഭയങ്കരമായ പ്രേരണ കൊടുക്കും. അടുത്തത് നീ പോ, അവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അവരും പോകും. അപ്പോഴേക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പല ആളുകൾ ഈ കൂട്ടരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതോടെ അവരുടെ ഇടയിൽ ദൈവം എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുകയും സുവിശേഷം അവർ അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ജിം എലിയറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ജിം എലിയറ്റ് അമേരിക്കക്കാരനായിരുന്നു. അദ്ദേഹം ഓക്ക എന്ന് പറയുന്ന വർഗ്ഗക്കാരുടെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് പോയി. അദ്ദേഹവും സ്നേഹിതന്മാർ 5 പേര് പോയി. ഈ 5 പേരും കൊല്ലപ്പെട്ടു. 5 പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ആളുകൾ, ആ ആദിവാസികൾ ഇവരെ കൊന്നു കളഞ്ഞു. അവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നു. തോക്കെല്ലാം ഉണ്ടായിട്ടും ഒരു വെടി പോലും അവർ പൊട്ടിച്ചില്ല. അവർ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായെന്ന് അറിയാമോ? ഈ 5 പേരുടെയും ഭാര്യമാർ, വിധവമാരുണ്ടല്ലോ, അവർ സുവിശേഷം പറയാൻ അവിടേക്ക് ചെല്ലുകയും അവരവിടെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അവിടെ ഇവരെ കൊന്ന ആളുകളുണ്ടല്ലോ, ആ കൊന്ന ആളുകൾ പിന്നീട് അവിടുത്തെ സഭാ നേതാക്കന്മാരായി, അവിടുത്തെ സഭകളുടെ നേതൃസ്ഥാനത്തേക്ക് വന്നു. എൽഡേഴ്സായി, ബിഷപ്പുമാരൊക്കെ ആയിട്ട് അവർ തീർന്നു. അവർ കൊന്ന ആളുകളുടെ മക്കൾ വിശ്വാസി, അവർ ചെറിയ പിള്ളേരാണ്, ആ കുഞ്ഞുങ്ങളൊക്കെയാണ് ആ സമയത്ത്. അവർ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വന്ന് അവരെ സ്നാനപ്പെടുത്തിയത് അവരുടെ പിതാക്കന്മാരെയൊക്കെ കൊന്ന ഈ കൊലയാളികളായിരുന്ന ആളുകളില്ലേ, അവരാണ്. അവരിപ്പോൾ കൊലയാളികളല്ല, അവർ കർത്താവിലേക്ക് വന്നു, പുതിയ സൃഷ്ടികളായി തീർന്നു. അവർ ലോകത്തിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ആ പുതിയ ജീവിതം നയിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ക്രിസ്തുമാർഗത്തിലുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട്. ക്രൈസ്തവ സാക്ഷികളായിട്ട് അവർ നിൽക്കുകയാണ്. അവർ ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടു. അവർ കൊല്ലപ്പെട്ടതിന് ശേഷം അവരെ കൊന്ന ആളുകൾ പിന്നീട് ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്ത ഇങ്ങനെയുള്ള ധാരാളം അനവധി സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുമ്പാകെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തുമാർഗത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്ത് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.